ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് തുടങ്ങല്ലേ? അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിന് പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ നബിതങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചെയ്യണം. റബീഉൽ അവ്വൽ ആവുമ്പത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ആദ്യം ഒരു ടോപ്പിക്ക് ഫിക്സ് ചെയ്തു. നബിതങ്ങൾ എങ്ങനെയാണ് സമ്പത്തിന് ഒരു മനുഷ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, സൈക്കോ എക്കണോമിക്സിലാണ് ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ശരിക്കും ഇപ്പോൾ ഒരു ടോപ്പിക്കിൽ എത്തുന്നതിന് മുമ്പ് ആദ്യം ഞങ്ങൾ ഫിക്സ് ചെയ്ത് കൊല്ലം ദാറുൽ ലെക്ചറായിട്ടുള്ള ഡോക്ടർ സലാഹുദ്ദീൻ ഉസ്താദിനെ കൂടെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം. കാരണം ഉസ്താദ് ഇങ്ങനെ സീറ, ഹദീസ് അങ്ങനെ എൻഗേജ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്നു. അതിൽ നമ്മൾ ആദ്യം ഒരു ഏരിയക്ക് എത്തി. നബി തങ്ങളുടെ വൈവാഹിക ജീവിതം ചെയ്താൽ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, അതൊരു രസമുള്ള ഏരിയയാണ്. അപ്പോൾ അതിലിനി ആര് ചെയ്യണം? അപ്പോൾ ആ ഒരു സ്പേസിൽ ശരിക്കും നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത് ഖദീജ ബീവിയിലേക്കാണ്. റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയിലേക്ക് എത്താൻ ശരിക്കും വേറൊരു കാരണം, ഇപ്പം ഞാനൊരു ഇബാറത്ത് വായിക്കും, എന്നെ ഭയങ്കര ടച്ച് ചെയ്തൊരു ഇബാറത്താണ്. ഞാൻ സിയറ അലാമുൻ നുബലയിലാണ് കണ്ടത്. എന്ന് വെച്ചാൽ ആയിഷ ബീവിയാണ് റിപ്പോർട്ട് ചെയ്യണം. ആയിഷ ബീവി പറയാൻ നബി തങ്ങൾ ഭയങ്കരമായിട്ട് ഖദീജ ബീവിനെ പുകഴ്ത്തും, നന്നായി പറയും. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ദേഷ്യം വെച്ചു, ഈറത്ത് വന്നു എന്നാ പറയും. എനിക്ക് നല്ല ദേഷ്യം വന്നു. അങ്ങനെ നബി തങ്ങളോട് ചോദിച്ചു. ആ ഇബാറത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ലക്കത് അവലൊക്കെ അള്ളാഹു മിൻ കബീറത്തി സിന്നി. അവൻ ഈ ഒരു കിളവിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പകരമുള്ള വേറെ ആൾക്കാർ തന്നല്ലേ, എന്തിനാണ് ഇപ്പോഴും ഈ കിളവിനെ കുറിച്ച് പറഞ്ഞെടുക്കുന്നത് നബി തങ്ങളോട് ചോദിക്കുകയാണ് ആയിഷ ബി. അപ്പം നബി തങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഖലബൻ ഒരു ദേഷ്യം വന്നിട്ട് ആയിഷ ബി പറയുന്നുണ്ട്, ആ ദേഷ്യം കണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ പഠിച്ചോനെ പ്രാർത്ഥിച്ചു പോയി, പഠിച്ചോനെ റസൂലിന് എന്നോടുള്ള വെറുപ്പൊന്നും നീക്കി തരാണെങ്കിൽ ഇനി മേലാൽ ഞാൻ ഖദീജനെ കുറിച്ചൊന്നും പറയില്ല. അങ്ങനെ അങ്ങനെ പറയുന്ന ടൈമിൽ നബി തങ്ങൾ തിരിച്ച് പറയുന്നുണ്ട്, എനിക്കൊരിക്കലും അള്ളാഹു പകരം തന്നിട്ടില്ല, ഖദീജക്ക് പകരം അള്ളാഹു കാര്യം തന്നിട്ടില്ല. പിന്നെ എല്ലാവരും കളവാക്കിയപ്പോൾ എന്നെ സത്യം ചെയ്ത് ഖദീജയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം ആയിഷബീന്ന് പറയുന്നുണ്ട്, അന്നത്തെ രാത്രി പിറ്റേ ദിവസം നേരം വെളുത്തു, പക്ഷെ എനിക്കൊരു മാസം ദൈർഘ്യമുള്ള രാത്രി പോലെ എനിക്ക് തോന്നി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം മരണത്തിന് ശേഷം റീപ്ലേസ്ഡ് ആകാതെ നിൽക്കാൻ മാത്രം എന്താണ് ഖദീജ ബി നബി തങ്ങളുടെ ലൈഫിൽ ചെയ്തത്? ആ ഒരു വിഷയം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ഉസ്താദിനെ ചിലപ്പോൾ എല്ലാ ആളുകൾക്കും പരിചയം ഉണ്ടാവില്ല. ഉസ്താദിൻ്റെ ഒരു ജേണി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. ഉസ്താദ് എവിടെയാണ് പഠിച്ചത്, ഇപ്പോൾ ജീവിതം എടുത്ത് നിൽക്കുന്നു എന്നുള്ളൊരു സ്പേസിൽ നിന്ന് തുടങ്ങാം. ഞാൻ ദാറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. എനിക്ക് അറിയുന്ന പോലെ തന്നെ 12 വർഷത്തോടെ പഠനം പൂർത്തിയാക്കി ഹുദവിയായി ഇറങ്ങിയ ആ വർഷം ദാറുൽ നിന്ന് മലേഷ്യയിലെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 3 ആളുകളെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൽ അൽഹംദുലില്ലാ പോവാൻ ഭാഗ്യം ലഭിച്ചു. അവിടെ ഞാൻ ചെന്ന് ജോയിൻ ചെയ്തത് ഹദീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഹദീസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നല്ല, ഹദീസ് ഖുർആൻ വസുന്ന ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ അതിൽ തന്നെ ഹദീസ് ഫോക്കസ് ചെയ്ത് പഠിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അവിടെ 2.5 വർഷം PG കഴിഞ്ഞു. അത് കഴിഞ്ഞ് ദാറുൽ തിരിച്ചെത്തി അധ്യാപകനായി 4 വർഷം ഇവിടെ അധ്യാപന ജീവിതത്തിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് PhD ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായ സമയത്ത് മലേഷ്യയിലെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് തന്നെ തിരിച്ചുപോയി. അവിടെ 4.5 വർഷം PhD ജേണിയിലായിട്ട് കഴിച്ചു കൂട്ടി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വെറുതെ തന്നെ അധ്യാപകനായി. അപ്പോൾ ദാറുൽ ഹുദ, മലേഷ്യ, ഈ 2 സ്റ്റേഷനുകളാണ് ഇത്രയും കാലത്ത് പ്രധാനമായിട്ടുണ്ടായിട്ടുള്ളത്. ഇപ്പം നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. വിഷയം ഇപ്പോൾ ഖദീജ ബീവിൻ്റെ ഒരു ലൈഫ് എവിടുന്ന് തുടങ്ങണം എന്നുള്ള ഭയങ്കര കോംപ്ലക്സ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ വായിച്ചൊരു പുസ്തകമുണ്ട്. പുസ്തകത്തിനോട് തന്നെ ചോദിച്ചിരുന്നു അവിടെ നിങ്ങൾക്ക് റെഫറൻസ് ഉള്ള പുസ്തകം, രചിച്ച ഒരു പുസ്തകമാണ് ഖലീൽ ജുമൻ്റെ. ഇപ്പോൾ ആർക്കെങ്കിലും വായിക്കണം താല്പര്യങ്ങൾക്ക് വായിക്കാമല്ലോ. നിസാഉ അഹ്ലിൽ ബൈത്ത് ഫി ദൗഇൽ ഖുർആൻ വൽ ഹദീസ്. അതിൽ ആ ഒരു ഓദർ, ആ ഗ്രന്ഥകർത്താവ് ഖദീജ ബീവിൻ്റെ ജീവിതം എവിടുന്ന് തുടങ്ങണം എന്നുള്ളതിൽ മൂപ്പര് ഇങ്ങനെ ഭയങ്കര ശങ്കിച്ച് നിൽക്കുകയാണ്. മൂപ്പര് പറയുന്നുണ്ട്, ഇത്രയും ബൃഹത്തായിട്ടുള്ളൊരു ജീവിതം ഞാൻ എവിടുന്ന് തുടങ്ങും? മീൻ ഐരൻ അബുദു അയ്യത്തുൽ മുല്ലത്തിൽ യുദാനി ഫളിലേക്ക് ഫളുൻ, വേറൊരു ഫളിലും അവിടെ റീപ്ലേസ് ചെയ്യാനില്ല. അപ്പം അങ്ങനത്തെ ഒരു ജീവിതം എവിടുന്ന് തുടങ്ങും എന്നുള്ളത് ആ ഒരു ജീവിതത്തിന് ഇങ്ങനെ മൊത്തത്തിൽ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയ ഒരാൾ നിസ്സഹായനായി നിൽക്കുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുപോലെ അത്രയും ബൃഹത്തായിട്ടുള്ളൊരു ജീവിതമാണ്. നമ്മളെ ചർച്ചയും ശരിക്കും അവകാശികൾ പോലുമല്ല. പക്ഷേ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഒരു ഭംഗിക്ക്, അതിൻ്റെ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ഖദീജ ബീവിൻ്റെ ഒരു ജീവിതത്തെ ഒരു 5 ഭാഗമായിട്ട് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമതായിട്ട് ഖദീജ ബീവി നബി തങ്ങൾ വരുന്നതിന് മുമ്പുള്ളൊരു ഖദീജ ബീവിൻ്റെ ലൈഫുണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ നബി തങ്ങൾ വന്നതിന് ശേഷം, ആ സിവാജിന് ശേഷമുള്ള ഖദീജ ബീവി ഉണ്ട്. സിവാജുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ആ വിവാഹത്ത് മുതൽ നബുവത്ത് വരെ, അതുവരെ നബി എന്നുള്ളതൊരു നല്ല സൽസ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നു. ആ വഹി കിട്ടുന്നൊരു രംഗമുണ്ട്. അതിനുശേഷം റസൂലാണ്. അപ്പോൾ റസൂലിനോട് പിന്നെ വഹി ഇസ്ലാമിൽ എത്രത്തോളം ഖദീജ ബീവി കോൺട്രിബ്യൂട്ട് ചെയ്തു മരണം വരെ. പിന്നെ മരണത്തിന് ശേഷം നബി തങ്ങളുടെ ജീവിതത്തിൽ ഫിസിക്കലി വേർപിരിഞ്ഞിട്ടും ആ ഖദീജ ബീവി എന്നുള്ള സാന്നിധ്യം എങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു 5 ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ടിലേക്ക് വരാം. അപ്പോൾ നബി തങ്ങൾ വരുന്നതിന് മുമ്പുള്ള ഖദീജ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹ, ആ സ്ത്രീ ആരായിരുന്നു,
അവരുടെ ഒരു സാഹചര്യം, വീട്, കുടുംബം, സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഡിസ്കഷൻ നമുക്ക് തുടങ്ങാം. നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ഇൻട്രോയിലൊരു കാര്യം പറഞ്ഞല്ലോ, ഖദീജ ബീവിയെ കുറിച്ച് നബ്സ് തങ്ങൾ പറയുമ്പോൾ സ്മരിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ദേഷ്യപ്പെട്ടതും അവർക്കുണ്ടായ വിഷമത്തോടെ പറഞ്ഞു. അതിൻ്റെ റിപ്പോർട്ട്സിൽ അതിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞത്, അത് നബിതങ്ങൾക്ക് വേറെ രീതിയിൽ കാണുന്ന നബിതങ്ങൾ ഖദീജ ബീവി അനുസ്മരിക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. വേറെ ഹദീത്തിലുള്ളത് ഇതിൻ്റെ സന്ദർഭം പറയുന്നുണ്ട്. ഹാല നബിതങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് അത് പറഞ്ഞത്, ഖദീജ ബിന്റെ സഹോദരി ഹാല. അപ്പോൾ ഹാല വന്നപ്പോൾ ഹാലയുടെ ശബ്ദം കേട്ടു. ഇസ്തഅ്ദനത്താണ്, അവർ വീട്ടിലേക്ക് കടക്കാൻ പെർമിഷൻ ചോദിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ആ ശബ്ദം ഉള്ളെന്ന് കേട്ടപ്പോൾ അല്ലാഹുമ്മ ഹാല, ഹാലയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫർത്താ എന്നാണ് ഹദീസിൽ ചില റിവായത്തിൽ ഉപയോഗിച്ച പദം. ഇതൊന്നും ഹുസ്ന് കൊണ്ട് നമ്മൾ പെടയുമല്ലോ, പെട്ടെന്ന് ഉണ്ടാകുന്നൊരു ഷോക്ക് പോലെ. അല്ലാഹുമ്മ ഹാല. അപ്പോൾ തന്നെ ഖദീജ ബീവി ഓർത്തുപോയി. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഖദീജ ബീവി ഓർത്തുപോയി. അപ്പോൾ ഇതെവിടെ നിന്ന് സംഭവിക്കുന്നു എന്നുള്ളതിൽ ചരിത്രകാരന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹാല മദീനയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് സംഭവിച്ചതാണോ, അല്ല ഇപ്പോൾ ഫത്ഹു മക്കയുടെ സമയത്ത് നിബിധങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മക്കയിൽ വെച്ച് സംഭവിച്ചതാണോ, പ്രബലാഭിപ്രായം അവർ ഹിജറ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത്, ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ട ഏതൊരു സാധനവും നിബിധങ്ങളെ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യും, പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. ഇനി ഖദീജ ബീവി നിബിധങ്ങളുടെ വിവാഹത്തിന് മുമ്പുള്ളൊരു ഖദീജ ബീവിയെ നമ്മൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഖുവൈലിദിൻ്റെ മകളാണ്. ഖുവൈലിദ് ബിൻ അസദാണ്. ബനു അസദ് ഗോത്രത്തിലെ ഖുവൈലിദ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ ലീഡറായിരുന്നു, നേതാവായിരുന്നു. പിന്നെ അബ്ദുൽ മുത്തലിബുമായിട്ട് ഖുവൈലിദിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അറിയാൽ അവിടുത്തെ ഏറ്റവും വലിയ ലീഡർ അബ്ദുൽ മുത്തലിബാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ കാലഘട്ടത്തിലാണ് ഖുവൈലിദ് ഉണ്ടായിരുന്നത്. ഹർബുൽ ഫിജാറിൽ പിന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അബ്രഹത്തിന് ശേഷം, അബ്രഹത്തിൻ്റെ പദം ഉണ്ടായില്ല ആമുൽ ഫീലിൽ, അപ്പോൾ അതിന് ശേഷം യമനിൽ വന്ന പുതിയ ഭരണാധികാരിയെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ഖുവൈലിദ് പോയിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ട്സിൽ കാണാൻ പറ്റും. അപ്പം അതിന് മനസ്സിലാക്കുക അദ്ദേഹം എത്രമാത്രം കൂടുതൽ നമുക്ക് പറയേണ്ട ആവശ്യമുണ്ടാവും. പിന്നെ ബനു അസദ് ഗോത്രം എന്ന് പറയുമ്പോൾ ഖുറൈശി ഗോത്രമാണ്. ഇവർ നബ്സാസ്മാ തങ്ങളിൽ വന്ന് ചേരുന്നത് ഖുസയിലാണ്. ഞങ്ങളുടെ ഉപ്പാപ്പയെ ഖുസയിലാണ് വന്ന് ചേരും. അപ്പോൾ ഖുസൈ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഖുസൈയിലൂടെയാണ് ശരിക്ക് ഖുറൈശികൾക്ക് എന്തിരുന്നത് ഒരു പൊളിറ്റിക്കൽ പവർ വന്നു ചേരും. സംഭവം ഫിഹറിൻ്റെ സന്തതികളാണ് ഖുറൈശികൾ. പക്ഷേ അന്നൊന്നും ഖുറൈശികൾക്ക് എന്തില്ല, പവർ ഉണ്ടായതല്ല, പൊളിറ്റിക്കൽ പവർ ഉണ്ടായിട്ടില്ല. പൊളിറ്റിക്കൽ പവർ വന്നു ചേരുന്നത് ശരിക്കും പിന്നെ ഖുസൈയിലൂടെയാണ്. ഖുസൈൻ്റെ പിന്നെ ശേഷം ഖുറൈശികളൊക്കെ ഒരുമിച്ച് കൂട്ടി പിന്നെ ദാറുന്നതും ഉണ്ടാക്കി, കഅബയുടെ സദാനത്തും ഇങ്ങനെ ഇതൊക്കെ തന്നെ മക്കൾക്ക് വീതിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ ഗോത്രത്തിന് ഓരോ ഡ്യൂട്ടികളൊക്കെ കൊടുത്തു. പിന്നെ വലിയൊരു ശക്തിയായിട്ട് ഖുറൈശികൾ മാറുകയും ചെയ്തു. അതേപോലെ ആ ഖുസൈയിൽ വന്ന് ചേരുന്ന അതാണ്. എത്രത്തോളം ഖദീജ ബീവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഖദീജ ബീവിയാണ് അഖ്റബുഹും നസബൻ. തങ്ങളുടെ പിന്നെ എന്താ പറയുക, ഭാര്യമാരുടെ കൂട്ടത്തിൽ, അഖ്റബുഹുന്ന നസബൻ, ഭാര്യമാരുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഏറ്റവും കൂടുതൽ നസബ് കൊണ്ട് അടുത്തു വരുന്നത് പിന്നെ ഖദീജ ബീവിയാണ്. എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എക്സെപ്ഷൻ പറയേണ്ടി വരും. ഹബീബ ബീവി ഉണ്ട് അവിടെ, അബൂ സുഫിയാൻ്റെ മകൾ. അപ്പം എന്നാൽ അവർ കഴിഞ്ഞാൽ പിന്നെ വരിക അഖ്റബുഹും നസബനായിട്ട് വരുന്നതാണ്. അപ്പോൾ ദൂ ഷറഫാണ്, നല്ല ഷറഫുള്ള ഒരാളാണ് ഖുവൈലിദ്. ആ ഖുവൈലിദിൻ്റെ മകളാണ്. അതിനപ്പുറം ഭയങ്കര സുന്ദരിയായിരുന്നു എന്നുണ്ട്. അവരുടെ ഉമ്മ ഫാത്തിമ, അവർ പേരുകേട്ട സുന്ദരിയായിരുന്നു. അപ്പോൾ ആ സൗന്ദര്യം അവർക്ക് കിട്ടിയിരുന്നു. പിതാവിൻ്റെ ലീഡർഷിപ്പ് കിട്ടിയിരുന്നു. പിന്നെ നല്ല അക്കൽ ഉള്ള ആളായിരുന്നു. അതിലൊക്കെ പുറമെ വെൽത്തി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനുണ്ടായിരിക്കേണ്ട, പെണ്ണിൽ ആളുകളെ ആകർഷിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതെല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരാളായിരുന്നു ഖദീജ ബീവി എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനൊരു സാധനം കണ്ടിരുന്നു,
ഖദീജ ബീവിനെ എല്ലാവരും തോഹിറത്ത്, പിന്നെ നബിതങ്ങൾ അമീന്ന് വിളിക്കുന്ന പോലെ ഖദീജ ബീവിനെ തോഹിറത്ത് എന്ന് വിളിക്കണ്ടേ. അപ്പൊ അതിന്റെ ഒരു കാരണം എന്തായിരിക്കും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിന്റെ സാഹചര്യം? അതെ, തീർച്ചയായിട്ടും. പിന്നെ തോഹിറത്ത് എന്നുള്ളൊരു പേര് ഖദീജ ബീവിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഖദീജ ബീവിക്ക് 2 ഭർത്താക്കന്മാരുണ്ടായിട്ടുണ്ട്. തങ്ങളുടെ മുമ്പ് 2 ഭർത്താക്കന്മാരുണ്ടായിട്ടുണ്ടല്ലോ. 15ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ വിവാഹം നടക്കുന്നത്. അബൂഹാലയാണ് അവരെ വിവാഹം കഴിച്ചത് ഫസ്റ്റ്. അബൂഹാലയും ഒരു ഉയർന്ന വ്യക്തിത്വമായിരുന്നു, പാണ്ഡിത്യമുള്ള ആളായിരുന്നു, നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളായിരുന്നു, സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന ഒരാളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഒരു വിവാഹം, പിന്നെ അവരിന് മക്കളുണ്ടായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ മരണം, അതിനുശേഷം മറ്റൊരു വിവാഹം കൂടി നടത്തുന്നുണ്ട്. ഈ വിവാഹത്തിൻ്റെ ഇടയിലൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സുദീർഘമായ കാലം ഖദീജ ബീവി വിവാഹം കഴിക്കാതെ നിൽക്കുകയാണ്. 2 മരണങ്ങൾക്ക് ശേഷം പിന്നെ വിവാഹം കഴിക്കുന്നില്ല. ആ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഖദീജ ബീവി വിവാഹം പ്രപ്പോസലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അങ്ങനെ എടുത്തുചാടി വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലേക്കോ ഒന്നും പോവാതെ പിന്നെ തനിക്ക് യോജിച്ച ഒരു നല്ലൊരു ഭർത്താവിനെ കിട്ടുന്നത് വരെ ആ ചിന്തകളൊക്കെ മാറ്റിവെച്ച് പിന്നെ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള യാതൊരുവിധ വൈകല്യങ്ങളിലേക്കോ ഒന്നും പോവാതെ വളരെ സൂക്ഷ്മതയോടുകൂടിയും രീതിയിൽ ജീവിച്ച ഒരാളായിട്ടാണ് ഖദീജ ബീവി അറിയപ്പെടുന്നത്. പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, പിന്നെ നമ്മൾ ജാഹിലിയ കാലഘട്ടത്തെക്കുറിച്ച് വളരെ മോശമായതിൻ്റെ എല്ലാ അവസ്ഥകളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പോലും ജാഹിലിയ കാലഘട്ടത്തിന് എന്തുണ്ടായിരുന്നു, പിന്നെ നല്ല ആളുകൾ, ഹുനഫാക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഖദീജ ബീവിയുടെ കൂട്ടെപ്പോഴും അങ്ങനത്തെ ആളുകളോടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമായിട്ടും വർക്കത്ത് ബിൻ നൗഫൽ, അവരുടെ ഇബ്നു അമ്മ ആയിരിക്കുന്ന വർക്കത്ത് ബിൻ നൗഫൽ. അപ്പോൾ നേരെ ഇബ്നു അമ്മാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചോദ്യം ഉണ്ടാക്കണം, ഇബ്നു അമ്മ എന്ന് പറയുമ്പോൾ കസിനായിട്ട് വരുമല്ലോ അല്ലേ, കസിൻ എന്നല്ല നമ്മൾ പറയാം. അപ്പോൾ ഖദീജ ബീവിയും അതിന് ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ട്. വറക്ക ഭയങ്കര കബീർ സിന്നായിരുന്നു എന്നാണല്ലോ നബിതങ്ങളുടെ ഈ നുബുവത്ത് കിട്ടുന്ന സമയത്ത്. അപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നെ വറക്കത്ത് ബിൻ നൗഫൽ ബിൻ അസദാണ്. അപ്പം അസദിൻ്റെ മൂത്ത മകനാണ് നൗഫൽ, അസദിൻ്റെ ചെറിയ മകനാണ് ഖുവൈലിദ്. അപ്പോൾ ചെറിയ മകൻ്റെ മകളാണ് ഖദീജ ബീവി, മൂത്ത മകനാണ് വറക്ക. അതാണ് അത്ര ഏജ് ഡിഫറൻസ്. പക്ഷെ അവർ ഇബ്നു അമ്മ. അപ്പം ഈ വറക്കയുമായിട്ട് എപ്പോഴും നിരന്തരം ഇടപഴകുകയും അവരെ കേൾക്കുകയും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഖദീജ ബീവി. വറക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറഞ്ഞാൽ അവർ അതേപോലെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, ഇവരൊക്കെ ജാഹിലിയത്തിലുണ്ടായിരുന്ന വസനിയത്തിന് എതിർത്ത ആളുകളാണ്. ഇത് ശരിയല്ല എന്ന് പറയുകയും യഥാർത്ഥ ദീൻ അന്വേഷിച്ചു പോവുകയും അങ്ങനെ തനസ്സറഫിൽ ജാഹിലിയത്തിൽ തന്നെ നസ്രാനി മതത്തിൽ അഭയം തരികയും ചെയ്ത ആളാണ് വറക്ക. നസ്രാനി എന്ന അന്നത്തെ യഥാർത്ഥ നസ്രാനി മതം, വേദങ്ങളൊക്കെ പഠിച്ച ഒരാളാണ്. അപ്പോഴും ഖദീജ ബീവി ഒരിക്കലും ഈ വസനീയത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ജാഹിലിയായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോവാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് മയലാൻ, അതിലേക്കായിരുന്നു അവരുടെ അടുപ്പം കാര്യം. ഒരു പക്ഷേ ഇതും അവർക്കിങ്ങനെ തോഹറ, ഒരു സ്ത്രീ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിച്ചും മനസ്സിലാക്കിയും നീങ്ങുന്ന ഒരു പെണ്ണ്. അല്ലാതെ വെൽത്തും സൗന്ദര്യവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ, ആളുകളൊക്കെ അവരെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരേതെങ്കിലും ഒരു ഇതിലേക്കാണ് പോവുക എന്നുള്ള രൂപത്തിലുള്ള ആളായിരുന്നില്ല. വളരെ കാര്യപ്രാപ്തിയുള്ള. എനിക്ക് ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പറയുമ്പോൾ ഖദീജ ബീവിയുടെ മക്കാലത്ത് ആളുകളുടെ മുമ്പിൽ ഒരിക്കലും നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ വാക്കുകൾക്കൊക്കെ എത്രയോ അപ്പുറത്തായിരിക്കും അവരുടെ സ്ഥാനം ഉണ്ടാവുക. ഖദീജ ബീവിന്റെ ഈ തുടക്ക ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുക ഖദീജ ബീവി ഭയങ്കര വെൽത്തി ആയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇസ്ലാമിൻ്റെ ഒരു ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള റിഫോർമേഷനായിട്ട് ഇസ്ലാം കൊണ്ടുവന്ന ഒരു പരിഷ്കരണമായിട്ട് എപ്പോഴും പറയാറുണ്ട്, ജാഹിലിയത്തിൽ സ്ത്രീകൾക്ക് തീരെ അനന്തരാവകാശം കിട്ടിയിരുന്നില്ല, തീരെ വെൽത്ത് ഉണ്ടായിരുന്നില്ല. അവിടെ സ്ത്രീകൾക്ക് വറാസത്ത് കൊടുത്ത മതമാണ് ഇസ്ലാം. പക്ഷെ അപ്പം എങ്ങനെയാണ് ആ ജാഹിലിയത്തിൻ്റെ ടൈമിൽ ഖദീജ ബീവി എന്നുള്ളൊരു സ്ത്രീ പ്രമുഖമായിട്ടുള്ള ഒരു വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് മാറുന്നത്? ഈ ജാഹിലിയത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ നിയമം ഇല്ല എന്നുള്ളതാണ്. അതായത് ലോ ഇല്ല. ഇസ്ലാം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് കൃത്യമായ അവകാശം വെൽത്തിൽ നൽകി. എന്നാൽ അതിനർത്ഥം ഒരു സ്ത്രീയും അനന്തരം എടുത്തിട്ടില്ല എന്നതിനർത്ഥമില്ല. അത് അവരുടെ ഔദാര്യമായിട്ട് കൊടുത്താൽ കിട്ടും,
അല്ലെങ്കിൽ ചിലപ്പം അനന്തരം എടുക്കാനുള്ള മറ്റുള്ള ആളുകളില്ലാത്ത സമയത്ത് കിട്ടും. ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അനന്തരം സ്ത്രീകൾ എടുക്കാറുണ്ടായിരുന്നില്ല എന്നാണ്, അതിനകത്ത് കൊടുക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പതിവ്. അല്ലാതെ അവിടെ നീ കൊടുക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായ ഒരു പോർഷൻ എത്ര, അങ്ങനെ ഇല്ല, എത്രയാണ് കൊടുക്കേണ്ടത് അങ്ങനെയില്ല. തീരെ എവിടെയും ആരും കൊടുത്തിരുന്നില്ല എന്നതിനർത്ഥമില്ല. അവർക്ക് സ്വത്തിൽ റൈറ്റ് ഉണ്ടായിരുന്നില്ല, അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഖദീജയുടെ കുടുംബത്തെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്ന്, പിന്നെ ഖദീജയുടെ എല്ലാ വെൽത്തും വാപ്പയിൽ നിന്ന് കിട്ടിയത് മാത്രമല്ല, ഖുവൈലിദ് ധനികനായിരുന്നു. പിന്നെ ഖദീജ ബീവിക്ക് പിന്നെ സഹോദരങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. പിന്നെ അതിൽ 3 പേരും ജാഹിലിയത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഒരാളാണ് പിന്നെ നൗഫലാണ് ഉണ്ടായിരുന്നത്, ബാക്കി ഉണ്ടായിരുന്നത്. ഇസ്ലാം വന്നപ്പോൾ നൗഫൽ ബദ്ർ യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത്. അവർ അലി റളിയല്ലാഹു അൻഹു കൊല്ലാണ്, ശത്രുപക്ഷത്താണ് ഉണ്ടായത്. പിന്നെ ഖദീജയുടെ പ്രധാന ഇൻകം സോഴ്സ് ആയിട്ട് പറയുന്നത് ഇവരുടെ ഭർത്താവിൽ നിന്ന് അനന്തരം എടുത്തിട്ടുണ്ട്. അബൂഹാല വെൽത്തി പേഴ്സൺ ആയിരുന്നു, കച്ചവടക്കാരനായിരുന്നു. അതുപോലെ രണ്ടാമത്തെ ഭർത്താവ് ധനികരായ, സ്വാഭാവികമായിട്ടും ധനികയായ സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് ധനികരായിരിക്കുമല്ലോ, ധനികരായ ആയിരിക്കും. പിന്നെ ഇസ്ലാം വന്നതിന് ശേഷം നബിതങ്ങളുടെ ഒരു ഇതോട് കൂടിയിട്ടാണ് അതിന് എക്സെപ്ഷൻ വരുന്നത്. അതൊരു എക്സെപ്ഷൻ കേസാണ്, ഒരു സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കേസല്ല. അതിന് വേറെ ഒരുപാട് ക്വാളിറ്റീസ് അതിലുണ്ട്, നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഇവരൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അപ്പോൾ ഇവരുടെയൊക്കെ വെൽത്തും ഖദീജ ബീവിക്ക് എന്ത് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഖദീജ ബീവി വരുന്നത്. അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞതൊരു പിന്നെ തീരെ ഉണ്ടായിരുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് റൈറ്റ് ഉണ്ടായിരുന്നില്ല, അവർക്ക് റൈറ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇങ്ങനെയുള്ളൊരു നമ്മളിപ്പോൾ ഖദീജ ബീവിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ് പറഞ്ഞത്. ഇത്രയും പ്രൗഢിയോടെ നിൽക്കുന്ന ഖദീജ ബീവി ശരിക്കും മക്കയിലുള്ള അത്ര സമ്പത്തൊന്നും ഇല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് വിവാഹം ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത്. അത് ആ ടൈമിൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അപേക്ഷയായിട്ട് വരുന്നുണ്ട്, ഖിത്ബത്ത് നടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഖദീജ ബീവി റിജക്റ്റ് ചെയ്യണം. അപ്പോൾ നബി തങ്ങൾ ആ ഒരു കോൺടെക്സ്റ്റ് ഭയങ്കര രസമാണ്. ഇപ്പോൾ അബൂ താലിബിന് വന്ന് ഖിത്ബത്ത് നടത്തണം, അബൂ താലിബിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് മുഹമ്മദിന് വിവാഹം ചെയ്ത് തരും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബൂ താലിബ് പറയണത് ഇങ്ങനെ പറയണേ, യാ ഖദീജ ലാ തസ്തഅ്സിനി, എന്നെ കളിയാക്കല്ലേ, എന്നെ കളിയാക്കണോ ചെയ്യണം. അത്രയും പ്രൗഢിയുള്ള ഒരാൾ ഒരിക്കലും നബി തങ്ങളുടെ അടുത്ത് വന്ന് വിവാഹം ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ വേറൊരു റിപ്പോർട്ടിൽ, ഇപ്പോൾ ഇബ്നു ഇസ്ഹാഖ് തങ്ങളൊക്കെ റിപ്പോർട്ടിൽ വരുന്നത് നബി തങ്ങളുടെ അടുത്താണ് ഖിത്ബത്ത് നടത്തുന്നത്. അപ്പോൾ നബി തങ്ങളോട് ഒന്ന് വിവാഹം ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഇന്നെ വിവാഹം ചെയ്യുന്നത് നബി തങ്ങൾ ചോദിക്കണത് എന്താണ് എന്ത് ചോദിക്കണം, അന്ത അയ്മു ഖുറൈശ് വാന യത്തീമു ഖുറൈശ്, നിങ്ങൾ ഖുറൈശിലെ ഏറ്റവും നേതാവും, ഞാൻ യത്തീമു ഖുറൈശാണ്, വാപ്പില്ലാത്ത ഒരു പാവപ്പെട്ട കുട്ടിയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ല നബീനെ. ഒരിക്കലും വെൽത്തോ ഒന്നും കണ്ടിട്ടല്ല ഖദീജ ബീവി വിവാഹം ചെയ്യണേ. എന്തായിരിക്കാം നബി തങ്ങളിൽ നിന്ന് ഖദീജ ബീവിനെ ആകർഷിച്ച ഒരു ഘടകം? നബ്സമതങ്ങൾ പിന്നെ മക്കയിൽ അന്ന് വളരെ അറിയപ്പെട്ട ഒരാളാണല്ലോ. എന്നാൽ അബൂ താലിബിൻ്റെ മകനെ പോലെയാണ്, അബൂ താലിബിൻ്റെ പിന്നെ കസ്റ്റഡിയിലാണ് അല്ലെങ്കിൽ ഗാർഡിയൻഷിപ്പിലാണ് വളരുന്നത്. പിന്നെ അതിൻ്റെ അവിടെ നടന്നൊരു പ്രധാന സംഭവമാണ് എന്ത്, ഹജറുൽ അസ്വദ്. അതിനു മുമ്പ് നടക്കുന്ന സംഭവം, ഹജറുൽ അസ്വദ് എടുത്തു വെച്ച തീർപ്പ് കൽപ്പിച്ച സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർക്കിടയിൽ അമീനൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് നബ്സസ്മ തങ്ങളുള്ളത്. പിന്നെ പേഴ്സണലി ഖദീജ ബീവിക്ക് നിബിതങ്ങളുമായിട്ടുള്ള ചില ഇൻസിഡൻസ് ഉണ്ടായി. അതിലൊന്ന് പറയപ്പെടുന്നത് നബ്സസ്മ തങ്ങൾ ഹാലയുടെ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതായത് ഖദീജ ബീവിയുടെ സഹോദരിയായിരിക്കുന്ന ഹാല, അവരൊക്കെ പിന്നീട് സ്വഹാബിയത്തെ റളിയല്ലാഹു തആല അൻഹ, അവരുടെ ഒട്ടകങ്ങളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് നബ്സസ്മ തങ്ങളും വേറെ ഒരാളും എന്ന വിവാഹത്തിലുള്ളത്. ആരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യത്യാസങ്ങൾ കണ്ണയിൽ കിടക്കുന്നില്ല. അപ്പോൾ ഇവർ പിന്നെ മേയ്ക്കാൻ വേണ്ടി പോയി. നബിതങ്ങളങ്ങനെ ജോലി ചെയ്ത് തൻ്റെ പിന്നെ ഗാർഡിയനായിരിക്കുന്ന അബൂ താലിബ് വളരെ കഷ്ടപ്പാടിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രൂപത്തിലുള്ള ഒരാളായിരുന്നു തൻ്റെ ഈ ഒത്തത്തിൽ അങ്ങനെയൊന്നും ഇരുന്നുണ്ടായിരുന്നു. അല്ലാതെ ഒരു ലേസി ആയിട്ടാണെങ്കിൽ ഇരിക്കുന്ന ആളല്ല ഒരിക്കലും. അപ്പം അങ്ങനെ പോയപ്പോൾ ഇവർ മേച്ചൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ പൈസ ചോദിക്കുന്ന സമയം വരുന്ന സമയത്ത് പിന്നെ ഇവർ പറഞ്ഞു, കൂടുതലുള്ള ആൾ പറഞ്ഞു, നമ്മൾ പോയിട്ട് ഇതിൻ്റെ പണം ചോദിക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ് പറഞ്ഞത്, നിങ്ങൾ പോയി ചോദിച്ചോ, എൻ്റെ കൂടി നിങ്ങൾ വാങ്ങിയാൽ മതിയോ. അപ്പോൾ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് സ്ത്രീകളെ ഇങ്ങനെ പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് പൈസയൊക്കെ ചോദിക്കാൻ ഭയങ്കര ഒരു പ്രയാസമാണ്, ഷൈയാണ് ഞാൻ എന്ന് പറയാം. അപ്പം മറ്റേ പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട്
ചോദിക്കണം. ഇത് ചോദിക്കുന്ന സമയത്ത് ഖദീജ ബീവി ഹാലയുടെ വീട്ടിലുണ്ടായിരുന്നു എന്നും റിവായത്തുകൾ കാണുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള ആളെന്തേ വരാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എനിക്ക് ശയ്യാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഹാല ആ പുടുന്നൻ എന്ത് ചെയ്തു, നബി തങ്ങളെ ഡിസ്ക്രൈബ് ചെയ്തു. ഇത്രയും ശയ്യായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇത്രയും ഡീസൻ്റായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും തൻ്റെ ഗെയ്സ് പോലും ശ്രദ്ധിക്കുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് ഒരു പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് സ്പാർക്ക് ഖദീജ ബീവിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് കടന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞു ത്വാഹിറ എന്നാണ് ഖദീജ ബീവിയുടെ വിശേഷണം പറഞ്ഞത്. പിന്നെ ഖദീജ ബീവിയുടെ റജാഹത്തുൽ അക്കൽ, നല്ല അക്കലുള്ള ആളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയോട് നിബിതങ്ങൾ കാണിക്കുന്നൊരു ഡീസൻസി എന്ന് പറയുന്നത് ഏതൊരു ആ ലെവലിലൊരു സ്ത്രീയും അട്രാക്റ്റ് ചെയ്യുന്നതാണ്. ഓരോ സ്ത്രീകളും പുരുഷന്മാരെ അളക്കുക അവരുടെ ലെവലിൽ നിന്നായിരിക്കുമല്ലോ. അപ്പം അതിസമർത്ഥയായ, ബുദ്ധിമതിയായ, തോഹിറത്തായ ഖദീജ ബീവിക്ക് ഇങ്ങനൊരാണോ, അതായത് സ്ത്രീകളോട് പെരുമാറുന്ന വിഷയത്തിൽ ഇത്രയും ഡീസൻസി കീപ്പ് ചെയ്യുന്ന ഒരു ഗെയ്സിൽ നിന്ന് അറിയാവുന്നതാണ് നല്ലൊരു സ്ത്രീക്ക് ഒരു പുരുഷനെന്നാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്പാർക്കായിട്ട് കിട്ടിയതെന്ന് നമുക്ക് ചിലപ്പോൾ ആ റിവായത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഖദീജ ബീവി ആണെങ്കിൽ അന്ന് തൻ്റെ കച്ചവടത്തിന് വേണ്ടി ഇങ്ങനെ അമീനായ ഒരാളെ കിട്ടണം. അങ്ങനെ ആളുകളൊക്കെ കച്ചവടത്തിന് പറഞ്ഞേക്കും. അപ്പം അവർ കൊണ്ടുവരും, ലാഭമൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രതീക്ഷിക്കുന്ന ലാഭമല്ല ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് അറിയാം ഇവരൊന്നും സത്യസന്ധരല്ല. പക്ഷെ ഖദീജ ബീവിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ആരെങ്കിലും ഒരാളെ ഹെയർ ചെയ്തിട്ട് അവരെ പറഞ്ഞേക്കുക, മുദാറബ അടിസ്ഥാനത്തിന് പോവുക, ലാഭം ഷെയർ ചെയ്യാവുന്ന അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞേക്കാണ് ചെയ്യുക. അപ്പോഴാണ് സജീവിക്കുന്നാലും ഇങ്ങനെ നബിസ്വല്ലല്ലാഹു തങ്ങൾ ഹെയർ ചെയ്താലോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നത്. അങ്ങനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അബൂ ത്വാലിബിൻ്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞയച്ചിട്ട് ചോദിച്ചു. പിന്നെ അബൂ ത്വാലിബ് നബിസ്വല്ലല്ലാഹു തങ്ങൾ വിളിച്ചങ്ങനെ പറഞ്ഞു. വേറെ ചോദ്യത്തിൽ കാണാൻ റിവായത്തുകൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ വെച്ചാൽ നമ്മുടെ പ്രീ ഹിജറ പീരീഡിലെ റിവായത്സ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം ഹിസ്റ്ററി കൂടുതലായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുക പോസ്റ്റ് ഹിജറ പീരീഡേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയിലുണ്ട്. എന്നാലും ഈ റിവായത്തിൽ നിന്ന് സംഭവങ്ങൾ ഏകദേശം നമുക്ക് കിട്ടുന്നതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഞാൻ പറയുന്നത് ഖദീജ ബീവി അങ്ങോട്ട് കച്ചവടത്തിന് അന്വേഷിച്ചതാണോ, പ്രപ്പോസ് ചെയ്തതാണോ, കച്ചവടത്തിന് പ്രപ്പോസ് ചെയ്തതാണോ, അതല്ല ഖദീജ ബീവിൻ്റെ അടുക്ക് പോയി നോക്കുക, ഖദീജ ബീവി ഇങ്ങനെ ആളെടുക്കുന്നുണ്ട്, നമ്മുടെ അടുത്താണെങ്കിലും ഇപ്പോൾ കച്ചവടങ്ങളോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല, വീട്ടിൽ ബുദ്ധിമുട്ടാണ് എന്ന് അബൂ ത്വാലിബ് ഇങ്ങോട്ട് പറഞ്ഞു എന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഈ ഖദീജ ബീവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഒരു പക്ഷേ ആളെ അയച്ചിട്ടുണ്ടാവും, അബൂ ത്വാലിബിനോട് അന്വേഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ അബൂ ത്വാലിബ് നബിസ്വല്ലല്ലാഹു തങ്ങൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നബിസ്വല്ലല്ലാഹു തങ്ങൾ വന്നു, ഇവരെ വിളിച്ചു വരുത്തിയെന്നാണ്. അങ്ങനെ വിളിച്ചു വരുത്തി വീട്ടിൽ വന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു ഇങ്ങനെ നബി തങ്ങളുടെ ക്വാളിറ്റീസൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നല്ല ലാഭം കൊടുക്കണം, ആളുടെ ക്യാരക്ടറിനാണ് അബൂ ത്വാലിബ് വിലയിട്ടത് നബി തങ്ങളുടെ. അല്ലാതെ വലിയ കച്ചവട പരിചയമൊന്നും നബി തങ്ങൾക്ക് അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അമീന സത്യസന്ധനാണ്, നല്ല യുവാവാണ് ഒക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ഞാൻ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ലാഭം ഞാൻ നിങ്ങൾക്ക് തരാം എന്നാണ് നബി തങ്ങൾക്ക് ഓഫർ കൊടുത്ത്. ഞാൻ നബി തങ്ങൾ പോയി. അപ്പോൾ പോയ സംഭവം പിന്നെ ഒരുപാട് റിവായത്തുകൾ വളരെ ലോങ് ആയിട്ട് നമ്മൾ സാധാരണ പറയുന്ന സംഭവങ്ങളാണ്. പോയിട്ട് മൈസറ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ അത് ഖദീജ ബീവിയുടെ അടിമയാണ് മൈസറ. അപ്പോൾ അവരാണ് കൂടെ പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ പോകുന്ന സമയത്ത് മേഘങ്ങളിൽ നബിതങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നത്, അതുപോലെ നബിതങ്ങൾ മൈസറയെ കെയർ ചെയ്യുന്നത്, പിന്നെ നബിതങ്ങൾ കച്ചവടത്തിൽ കാണിക്കുന്ന സൂക്ഷ്മത, തൻ്റെ സഹയാത്രികനോട് കാണിക്കുന്ന പെരുമാറ്റം, പിന്നെ നസ്തൂറ എന്ന് പറയുന്നൊരു റാഹിബുമായിട്ടുണ്ടാകുന്നൊരു സംഭവം സാധാരണ പറയുന്നതാണ്. അപ്പം ഒരു മരത്തണലിൽ നബിതങ്ങൾ വിശ്രമിച്ച സമയത്ത് ഇതൊക്കെ നമുക്ക് വളരെ എല്ലാ സീറസുകളിലും അറിയപ്പെട്ടതാണ്. ഈ സംഭവങ്ങളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൈസറ വന്നിട്ട് പറയുന്നുണ്ട് ഖദീജ ബീവിയോട്. ഇനി ഖദീജ ബീവി ആണെങ്കിൽ അപ്പോൾ അതിൽ സത്യസന്ധതയുണ്ട്, ഡീലിങ്സ് ഓഫ് വെൽത്ത്, നല്ല ലാഭമായിട്ടാണ് നബിതങ്ങൾ വന്നത്. സാധാരണ ഉണ്ടാകുന്ന ലാഭമല്ല. ഓഫ് കോഴ്സ് അതിൽ നബിതങ്ങളുടെ ഒരു ബർക്കത്തുണ്ടാവും, അതിലപ്പുറം സത്യസന്ധതയുണ്ട്. പിന്നെ ഇത്തരം ഒരു 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 പ്രവാചകനാണെന്നുള്ള സൂചന അതിലുണ്ട്.
ഇതെല്ലാം വന്നിട്ട് മൈസറ പറയാണ്. മാത്രമല്ല വേറെ ഇപ്പം ഇബ്നു സയ്യിദിനാസിൻ്റെ റിവായത്തിൽ നമുക്ക് കാണാൻ പറ്റും, പിന്നെ വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് ഇവരിങ്ങനെ കാണുന്നുണ്ട് നബി നമ്മൾ സംഘം ഇങ്ങനെ വരുന്നത്, പിന്നെ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോഴവരിങ്ങനെ ഈ മേഘം തണലിട്ട് കൊടുക്കുന്നത് അവർ കണ്ടു, അവർ ശ്രദ്ധിച്ചു എന്ന് പറയും. അപ്പം അത് മൈസറയോട് പറയും. മൈസറ ഇത് ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ കണ്ടതാണ് പറയും. ഇനി ഇതിൽ നമുക്ക് കാണുന്ന വേറെ സംഗതി എന്താ വെച്ചാൽ, പിന്നെ നേരത്തെ ഇങ്ങനൊരു നബി വരാനുണ്ട് എന്നുള്ള സൂചനകളും ഖദീജ ബീവിക്ക് ഉണ്ടായിരുന്നു. അതും നമുക്ക് ആധികാരികമായ റിപ്പോർട്ട്സിൽ കാണാൻ പറ്റുന്ന. ഞാൻ അതിൻ്റെ ചെറിയൊരു ഇൻസിഡൻസ് കണ്ടു. ഖദീജ ബീവിയും ഖദീജ ബീവി നല്ല പ്രൗഢിയുള്ള സ്ത്രീയാണ്. കുറച്ച് സ്ത്രീകളെ കൂടെ ഇങ്ങനെ തവാഫ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു യഹൂദ വന്ന് പറയുന്നുണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു നബി വരാനായിക്കണേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മൂപ്പര് കൂടെ ഒരു കടപ്പുറ പങ്കിടാൻ പറ്റുകയാണെങ്കിൽ അതിനു വേണ്ടി പണിയെടുത്തോളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഖദീജ ബീവിൻ്റെ ഉള്ളിൽ മേ ബി അങ്ങനത്തെ ഒരു പ്രതീക്ഷയും കൂടി ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ആ റിപ്പോർട്ട് ഇപ്പോൾ ഫത്തുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഫത്തുൽ ബാരി കാരണം അദ്ദേഹം റിപ്പോർട്ട്സുകൾ കുറച്ച് ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യുന്ന ഒരാളാണല്ലോ. ഫത്തുൽ ബാരിയിൽ അദ്ദേഹം അത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതത്ര മൈൻഡ് ചെയ്തില്ല. അവർ ആ യഹൂദിയെ ഇങ്ങനെ പരിഹസിച്ചു, ഒരു കല്ലെടുത്തെറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഖദീജ ബീവിയുടെ ഉള്ളിൽ അത് കടന്നു. ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖദീജ ബീവിക്ക് ഇവരായിട്ട് ബന്ധമുണ്ട്, വറക്കയായിട്ട് ബന്ധമുണ്ട്. ഈവൻ ചില റിപ്പോർട്ട്സിൽ ഖദീജ ബീവി മൈസറയുടെ സംഭവം ഉണ്ടായ ഉടനെ തന്നെ വറക്കയുടെ അടുത്ത് പോയി അത് ഡിസ്കസ് ചെയ്തു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നുബൂവത്തിൻ്റെ ഹിറാ ഗുഹയിലെ സംഭവത്തിന് ശേഷം നേരെ വറക്കയുടെ അടുത്ത് പോയി എന്നുള്ളത് ബുഖാരിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വളരെ ഒതൻറ്റിക്കായ സംഭവമാണ്. എന്നാൽ അതല്ലാതെ സീറയുടെ കിതാബുകളിൽ നേരത്തെ വറക്കയുടെ അടുത്ത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോയിരുന്നു എന്നും, അപ്പോൾ തന്നെ വറക്ക അത് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ ഇത് വരാനിരിക്കുന്ന പ്രവാചകന്റെ ലക്ഷണങ്ങളാണ്. അതേപോലെ വറക്കൻ്റെ അടുത്തേക്ക് പോകണ വേറൊരു സിറ്റുവേഷൻ ഞാൻ കണ്ട്, ഖദീജ ബീവി ഒരു സ്വപ്നം കാണുന്നുണ്ട്, വീട്ടിലേക്ക് ഒരു നൂറ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കാനും വറക്കൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു നബി വരാനുണ്ട്, മേ ബി നിൻ്റെ വീട്ടിലേക്കായിരിക്കാം വരാന്നുള്ളതും ഒരു സീറ ട്രഡീഷനിൽ കണ്ടു. ഇത് അധികം ഞാൻ സെക്കൻഡറി സോഴ്സസിലാണ് കണ്ടിട്ടുള്ളത്. ഈ സ്വപ്നത്തിൻ്റെ സംഭവം ഉണ്ടാവാം, നമുക്ക് ഞാൻ ഇല്ല എന്ന് പെട്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം സീറ സോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരന്നു കിടക്കുന്ന സോഴ്സസാണ്, ഞാൻ കണ്ടില്ല. പക്ഷേ സെക്കൻഡറി സോഴ്സസിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പരാമർശിച്ച പുസ്തകത്തിൽ സയ്യിദാത്തു ഔ നിസാ അഹ്ലിൽ ബൈത്ത് അതിലും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വേറെ സോഴ്സസിലുണ്ട്. അതായത് വറഖത്തു നൗഫലിൻ്റെ അടുക്കലേക്ക് മൈസറയുടെ സംഭവം പറഞ്ഞു പോയതുണ്ട്. ഏതായാലും അവരായിട്ടൊരു ബന്ധവും പിന്നെ അനുഭൂതി എൻ്റെ സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ പോകുന്ന അവിടേക്കാണ്. അപ്പോൾ അവരെപ്പോഴും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും മുഷാവറ ചെയ്യുന്നതൊക്കെ ഉറക്കയുമായിട്ടാണ് എന്ന് മനസ്സിലാവും. പിന്നെ ഇനി നമ്മൾ വിവാഹത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും വറക്ക വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ ഈ ഒരു ഇപ്പോൾ ഇങ്ങനൊരു താല്പര്യം ഉണ്ട് ഖദീജ ബീവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് വിവാഹത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളും ശരിക്കും ഒരുപാട് നമ്മൾക്ക് നെറേറ്റ് ചെയ്യപ്പെടുന്ന സംഭവമാണല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വിവാഹമായി നബി തങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്? നബിൻ്റെ ഒരു റെസ്പോൺസ്, റിയാക്ഷൻസ്? അപ്പം ഞാൻ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ അദ്ദേഹം ഉദ്ധരിക്കുന്നതൊക്കെ വായിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു സംഗതി നമുക്ക് മനസ്സിലാകുന്നത്, ഖദീജ ബീവിക്ക് നേരത്തെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ള വിവരം കയ്യിലുണ്ട്. പിന്നെ വേറൊരു റിപ്പോർട്ട് ഫത്തുൽ ബാരിയിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നബി തങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയല്ലോ ഖദീജ ബീവി. അത് വരുത്തിയപ്പോൾ അബൂ ത്വാലിബ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പിന്നാലെ ഒരു ജാരിയത്തിന് വിടുന്നുണ്ട്, അതായത് ഖദീജ ബീവി എന്താ പറയണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫത്തുൽ ബാരിയിലുണ്ട്, അല്ലെങ്കിൽ ഒതൻറ്റിക്കായ നമ്മുടെ സീറയുടെ സോഴ്സസിലുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ വീക്ഷിക്കുകയാണ്, ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണാൻ ഖദീജ ബീവി നബി തങ്ങളെ തൻ്റെ ശരീരത്തിൽ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു നബി വരാനുണ്ട് എന്ന് എനിക്കറിയാം. അപ്പം ആ നബി നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നെ മറക്കരുത്, നിങ്ങളുടെ റബ്ബിനോട് എന്നെക്കുറിച്ച് പറയണം എന്നൊക്കെ പറയാം. അപ്പം തിരിച്ച് നബി തങ്ങൾ പറയുന്നുണ്ടായത്, നിങ്ങൾ ഏതൊരു ആൾക്ക് റബ്ബിന് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത്, ആ റബ്ബ് ഒരിക്കലും നിങ്ങളെ കൈവിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് അതിന് മറുപടി കൊടുത്തത്. ഇത് വന്നിട്ട് അബൂ ത്വാലിബിനോട് ഈ ജാരിയത്ത് ഒന്ന് പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ പറഞ്ഞു അവർ ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ സാധാ സ്ത്രീ അല്ല. സാധാ സ്ത്രീയല്ല നമുക്ക് എന്തായാലും അറിയാം. കാരണം നബി തങ്ങൾക്ക് തൻ്റെ പത്നിയായിട്ടും
തൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള ഒരു വലിയ തണലായിട്ടും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള സ്നേഹനിധിയായ ഒരു ഭാര്യയാണല്ലോ ഖദീജ ബീവി. അപ്പം എന്തായാലും അത് ഹൈലി സ്പെഷ്യലായിരിക്കും, അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം ആ ഖദീജ ബീവി നബ്സാസ്മ തങ്ങളെ വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു ലെവലിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ റിപ്പോർട്ട്സിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അതായത് നബിതങ്ങൾ ഒരു വരാനിരിക്കുന്ന ഈ പ്രവാചകൻ നബിതങ്ങളാവാനുള്ള സാധ്യത ഖദീജ ബീവി ഖദീജ നേരത്തെ ബീവിക്ക് predict ചെയ്യാൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട്സ് നമുക്ക് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ മൈസറയുടെ സംഭവം ഉണ്ടാകുന്നുണ്ട്. മൈസറയുടെ സംഭവം കഴിഞ്ഞ് പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് തോന്നുന്നത് തൊട്ടടുത്ത സഫറിൽ എന്താകുന്നുണ്ട്, പിന്നെ വിവാഹം നടക്കുന്നുണ്ട്. അതിന് ചെറിയ ഗ്യാപ്പേ ഉള്ളൂ വിവാഹത്തിൻ്റെ തയ്യാറാവുന്നത്. അപ്പോൾ മൈസറയുടെ ഈ സംഭവമായിരിക്കും അതിന് ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയാൻ പറ്റും. അപ്പം അതിൽ എന്തൊക്കെയപ്പോൾ നിബിധങ്ങളെ അളന്നു ഖദീജ ബീവി? സ്ത്രീകളുമായിട്ട് ഡീലിങ്സ് ഓൾറെഡി അളന്നു കഴിഞ്ഞു. പിന്നെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ അച്ചടക്കവും പിന്നെ അതിലുള്ള സത്യസന്ധതയും അതും അളന്നു കഴിഞ്ഞു. ഈ സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യം. തീർച്ചയായും കാരണം ഒരു മനുഷ്യൻ എപ്പോഴും വഞ്ചിക്കാനോ അല്ലെങ്കിൽ ഈ ദുനിയാവിൻ്റെ സുലഭതകളിൽ അകപ്പെട്ടു പോകാനൊരു സാഹചര്യം വെൽത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പം നമുക്കറിയാം ഈ കേരളത്തിൽ പോലും അല്ലെങ്കിൽ ഈ സൗത്ത് ഏഷ്യൻ സ്ഥലത്ത് ഇസ്ലാം വളർന്നത് കച്ചവടത്തിൽ വന്ന ആളുകളിലൂടെയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് കച്ചവടത്തിൽ അയാൾക്ക് അമാനത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൾച്ചേർഡാണ്, അയാളുടെ ബിഹേവിയർ പക്കയാണ്. ഏറ്റവും അളക്കാൻ പറ്റിയ സ്പേസിലാണ് ഖദീജ ബീവി നിബിധങ്ങൾ അളക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ മൈസറ എന്താ പറയുക, ത്രൂ ഔട്ട് ദി ജേണിയിൽ നിബിധങ്ങൾ മൈസറയെ കെയർ ചെയ്യുന്നു, തൻ്റെ സഹയാത്രികനെ കെയർ ചെയ്യുന്നത്, ഈ വെൽത്ത് കെയർ ചെയ്യുന്നത്. സ്വന്തം വെൽത്ത് നഷ്ടപ്പെട്ട പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ആ ഒരു ജേണിയിൽ നിബിധങ്ങളെ ഖദീജ ബീവി ആണെന്നുണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റിപ്പോർട്ട്സ് വളരെ കുറവാണ്. ഈ ഇതിൽ ഒരു കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഒരുപാട് തവണ അവർ കാണണം, സംസാരിക്കണം, ഡീലിങ്സ് ഒക്കെ ചെയ്യണം. പിന്നെ ഇപ്പം നമ്മൾ ഖദീജ ബീവിയുടെ മഹത്വമൊക്കെ പറയും. നബ്സാസ്മ തങ്ങൾക്ക് വെൽത്തില്ല എന്നുള്ളൂ, അതീവ സുന്ദരനാണ്. പിന്നെ എന്താ പറയുക, നാട്ടിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിത്വമാണ്, ദൂ നസബാണ്, ദൂ ഷറഫാണ്, പക്ഷെ മാലില്ല. അപ്പോൾ ഖദീജ ബീവിയെ പോലുള്ള വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നബിതങ്ങളെ മനസ്സിലാക്കുമ്പോൾ മാല് എന്നുള്ളത് ഒന്നും അല്ല ഖദീജ ബീവിയെ സംബന്ധിച്ചോളൂ. ഞാൻ പറഞ്ഞ ഖദീജ ബീവിൻ്റെ അളവുകൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഹൈലി സ്പെഷ്യലും ഹൈലി നോളേജബിളും ആണ്. ഈ ഒരു സ്പേസിൽ ഞാൻ സിംസലഗുസ്താൻ്റെ പ്രസംഗം കണ്ടിരുന്നു ഈ ഒരു ഭാഗത്ത് തന്നെ. അതിൽ സിംസലഗുസ്താദ് സുഫിയാൻ സൗരി തങ്ങളൊരു കൗല് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ വിവാഹാലോചന നടത്തുന്ന സമയത്ത് അയാൾ സമ്പത്ത് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയോ ഫയലും അന്നൗലിസും ബിസ്മിസിവാസ്, അയാൾ വിവാഹം ചെയ്യാൻ വന്നാണെന്നുള്ളത് അയാൾ നോണ പറയണേ, അയാൾ കച്ചവടത്തിന് വന്നാണ് പറയുന്നത്. അപ്പോൾ വിവാഹത്തിൽ ഒരു മനുഷ്യൻ അടക്കേണ്ട ഒരിക്കലും സമ്പത്തല്ല എന്നുള്ളൊരു കൺക്ലൂഷൻ എനിക്ക് ആ സ്പേസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പം നബിതങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന നബിതങ്ങൾ അപ്പോൾ ഒരു കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പിന്നെ ഖിത്ബത്തിന്റെ ടൈമിൽ ഖിത്ബത്തിന്റെ സമയത്ത് മനസ്സിലാവും. കാരണം ഖദീജ ബീവിയുടെ ഫ്രണ്ടായിരുന്ന നുഫൈസ ബീവിയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ ഇതിനിടയിൽ മീഡിയേഷൻ വഹിക്കുന്നത്, നബിതങ്ങളോട് വന്ന് പറയുന്നത് കല്യാണം ആലോചിക്കണതോ. അപ്പം ഖദീജ ബീവി അതിൽ റിപ്പോർട്ട്സ് ചില വ്യത്യാസങ്ങളുണ്ട്, നേരിട്ട് ഖിത്ബത്ത് നടത്തിയെന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന റിപ്പോർട്ട്സ് ഉള്ളത് പിന്നെ നുഫൈസ ബീവി വഴി നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ നുഫൈസ ബീവിയോട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ആഗ്രഹം ഖദീജ ബീവി പങ്കുവച്ചിട്ടുണ്ടാവും, അങ്ങനെയാണല്ലോ ഇത് വരിക. അപ്പോൾ നുഫൈസ ബീവി ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് നബിതങ്ങളുടെ അടുത്ത് വരാം. അപ്പോൾ നബിതങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ എന്തേ കല്യാണം കഴിക്കാത്തത്? അപ്പോൾ പറഞ്ഞ് കല്യാണം കഴിക്കാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു പിന്നെ അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മാലില്ല എന്നുള്ളത്, വേറെ ഒക്കെ ഉണ്ട്, വേറെ ഇപ്പം ഒന്നും കുറവൊന്നുമില്ല, മാലില്ല. പിന്നെ അബൂ ത്വാലിബിൻ്റെ ആശ്രിതനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അബൂ ത്വാലിബിന് തന്നെ വളരെ പ്രയാസത്തിലാണുള്ളത്. അപ്പോൾ ഈ നബിതങ്ങൾക്ക് ഈ കച്ചവടത്തിനൊക്കെ കിട്ടുന്ന സമ്പാദ്യങ്ങളൊക്കെ അബൂ ത്വാലിബിനെ എന്നെ സംരക്ഷിക്കാൻ, അബൂ ത്വാലിബിന് കുറേ കുട്ടികളുണ്ട്, മക്കളുണ്ട്. അപ്പം ഇവരൊക്കെ സംരക്ഷിക്കാനോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ് നബിതങ്ങൾ നോക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ സ്വന്തം ഒരു വിവാഹത്തെക്കുറിച്ച് നബിതങ്ങൾ ആലോചിച്ചിട്ടില്ല. അപ്പോഴാണ് എന്നാൽ വെൽത്തും ജമാലും പിന്നെ സൗന്ദര്യവും പിന്നെ ഷറഫും ഒക്കെ ഉള്ള ഒരാൾ കല്യാണം ആലോചിച്ചാൽ നിങ്ങൾ നോക്കുമോ? അപ്പോൾ ആരാണ് ചോദിച്ചപ്പോൾ ഖദീജ. അപ്പോൾ നബി നിങ്ങൾ തിരിച്ചു പോവാണ്, നിങ്ങൾ ചോദിച്ചതുപോലെ ഖദീജ ബീവി എങ്ങനെ എന്നെ കല്യാണം കഴിക്കുക.
അപ്പം അതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, ഖദീജ ബീവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്കതിന് മനസ്സിലാവുന്നത് പിന്നെ ഈ ഇൻസിഡൻസുകൾ എന്താ പറയുക, വെൽത്ത് എന്നുള്ളൊരു കുറവാണ് നിബിധങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ വെൽത്ത് ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. തോന്നിപ്പോൾ ഇങ്ങനൊരു നല്ല ഒരു പ്രൗഢിയുള്ളൊരു സ്ത്രീയുടെ വിവാഹം നടക്കാൻ പോവാണ് മക്കയിൽ. നമ്മളെ മലയാളത്തിലുള്ള ഒരുപാട് പാട്ട്, നമ്മൾ തന്നെ പൊതുവെ പാടി നടക്കുന്ന ഒരുപാട് പാട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിലും നബിതങ്ങളുടെ വിവാഹത്തിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ട വിവാഹം എനിക്ക് തോന്നുന്നു ഖദീജ ബീവിയുമായിട്ടുള്ള ഫസ്റ്റ് വിവാഹമാണ്. എനിക്ക് കുറച്ച് പാട്ടുകളോട് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കി പറയണേ. അപ്പം ഞാൻ എപ്പോഴും കേൾക്കുന്നുണ്ട് പാട്ട്. ഒന്നിപ്പം മക്കത്തെ മംഗല രാവ്, ഖദീജത്തിൻ കല്യാണ നാള്, മൊഞ്ചുള്ള തേരിലെങ്ങേറിയെത്തിയുള്ള മണിമാരം, അങ്ങനെ ഒരു പാട്ടുണ്ട്. പിന്നെ മാണിക്യ മലരായ ബീവി, ആദ്യം ഖദീജ ബീവി, അങ്ങനെ ആ പാട്ടിലൊക്കെ നബിതങ്ങളും ഖദീജ ബീവി തമ്മിലുള്ള കല്യാണത്തിന് ആഘോഷിക്കപ്പെടുന്നുണ്ട്. മലയാള സാഹിത്യത്തിലാണെങ്കിലും നമ്മളുടെ ഡെയിലി ലൈഫിൻ്റെ പാട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഇടയിൽ നടന്ന ആ വിവാഹം, ആ വിവാഹ ദിനം, അതിലുണ്ടായിരുന്ന ആഘോഷങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരുടെ ഇടയിലുണ്ടായിരുന്ന ആ സംഭവങ്ങൾ നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളത് പറഞ്ഞല്ലോ, നുഫീസ ബീവി വന്നിട്ട് നബിതങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ നബിതങ്ങൾ ഓക്കെയാണ്. പിന്നെ അത് അവരെന്ത് ചെയ്തു, അബൂ താലിബിനോട് സംസാരിച്ചു. പിന്നെ അപ്പോൾ അബൂ താലിബിനും അതാദ്യം നിങ്ങൾ പറഞ്ഞ പോലെ പെട്ടെന്ന് ഷോക്കായിപ്പോയി, ഇങ്ങനെയാണ് വിവാഹം കഴിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ. അങ്ങനെ ലാസ്റ്റ് സമ്മതിച്ചു. പിന്നെ ഇതിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഇവർ കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടും ഈ കുടുംബവുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്താൻ വേണ്ടി പറഞ്ഞയക്കുന്നത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ സൊഫിയ ബീവി, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷക്കീഖത്തായിരിക്കുന്ന സൊഫിയ ബീവി എന്താണ് ഇങ്ങോട്ട് ഇവരുടെ കുടുംബത്തിലേക്ക്, ഇങ്ങോട്ട് ഖദീജ ബീവിൻ്റെ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവ്വാം, ഖദീജയുടെ സഹോദരനായിരിക്കുന്ന അവ്വാമിൻ്റെ ഭാര്യയാണ് സൊഫിയ ബീവി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഓൾറെഡി അവിടുത്തെ ഒരു മരുമകനാണല്ലോ, പിന്നെ അല്ല അളിയനായിട്ട് വരും, മരുമകനല്ല അളിയന. അപ്പോൾ അതുകൊണ്ട് നേരെ അവർക്ക് അങ്ങനെ ഒരു ബന്ധം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടി പറഞ്ഞേക്കുന്നുണ്ട്, ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അന്ന് ഹുവൈലിദ് ജീവിച്ചിരിപ്പില്ല. പിന്നെ അവരുടെ അമ്മാണ്, അതായത് ഹുവൈലിദിൻ്റെ സഹോദരൻ, അവരാണ് അന്ന് ജീവിച്ചിരിക്കുന്നത്. അവരുടെ പേര് അംറു ബിൻ അസദ് അല്ലേ, അംറു ബിൻ അസദ് എന്നാണ് ഓർമ്മ ശരിയാണെങ്കിൽ അവരുടെ പേരുള്ളത്. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ വിവാഹത്തിന് തയ്യാറാവുകയാണ്. വിവാഹത്തിൻ്റെ സദസ്സിൽ അബൂ താലിബ് ഒരു ഖുത്ബ ഓതിയത് നമ്മുടെ സീറയുടെ സോഴ്സസിലൊക്കെ കാണുന്നുണ്ട്. വന്ന നേരം ഖുത്ബ, നിക്കാഹിൻ്റെ ഖുത്ബ ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഹംദൊക്കെ ചൊല്ലിയിട്ട് പിന്നെന്താ അൽഹംദുലില്ലാഹി ലദീ ജഅലനാ മിൻ ദുരിയ്യത്തി ഇബ്രാഹിം, അങ്ങനെ പറഞ്ഞിട്ട് വസറ ഇസ്മായിൽ, അങ്ങനെയൊക്കെയാണ് ഖുത്ബ തുടങ്ങുന്നത്. അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോവാണ്, ഞങ്ങളുടെ മകനാണ്, പിന്നൊക്കെ പറഞ്ഞ വിധങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, നല്ല ചെക്കനാണ് എന്നൊക്കെ പറഞ്ഞ വിധങ്ങളുടെ ഇതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം പറഞ്ഞു, പക്ഷേ മഹലിൽ നമുക്ക് കുറച്ച് കുറവുണ്ട്, വൈൻകാന ഫിൽ മാലി കുല്ലുൻ എന്നാണ് ഒരിടത്ത് കണ്ടത്. മാലിൽ കുറച്ചുണ്ട്, മാലിന് വിഷയാക്കേണ്ട ആവശ്യമില്ല, മാലു ദില്ലും സായിലും മുമ്പ് ഒരു ഖുത്ബയിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ അതുകൊണ്ട് മഹർ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മേലാണ്, ഞാൻ ആ മഹർ തരൂ. ചിലയിടത്ത് ആ മഹർ അപ്പം തന്നെ കൊടുത്തു, അല്ല അത് കടാക്കി പറഞ്ഞു, പിന്നെ പൂർണ്ണമായിട്ട് കൊടുത്തു, കുറച്ചപ്പോൾ കൊടുത്തു, പിന്നെ പൂർണ്ണമായി കൊടുത്തു. മഹർ എന്താണെന്നുള്ള വിഷയത്തിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 20 ഒട്ടകമായിരുന്നു എന്നുള്ളതാണ് അധിക റിപ്പോർട്ട്സിനും കാണുന്നത്. അല്ല, വേറെ റിപ്പോർട്ട്സിന് പിന്നെ 500 ദിർഹമാണ് കൊടുത്തത് എന്നുണ്ട്. ഇനിമേ മഹർ കൊടുത്തിട്ടുണ്ട്, മഹർ അബൂ താലിബ് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം ആ ഖുത്ബയിൽ വരെ പ്രതിഫലിക്കുന്നുണ്ട്. അതായത് മാലിന് കുറച്ച് കുറവുണ്ട്, പക്ഷേ നല്ലൊരു ബന്ധമാണ്. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ബന്ധത്തെ സ്വീകരിക്കുന്നത്. അപ്പം അതേ മാലിനെ കവച്ചു വെക്കുന്ന പിന്നെ പ്രൗഢി നബ്സ് തങ്ങൾക്കുണ്ട്. പിന്നെ ഖദീജ ബീവി അത് ഉൾക്കൊണ്ടിട്ടുണ്ട്, അത് ഖദീജ ബീവി മറ്റുള്ളവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് ആ വിവാഹം നടക്കുന്നത്. ആ സദസ്സിലെ പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, നബിതങ്ങളുടെ കുടുംബം അബൂ താലിബ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നബിതങ്ങളുടെ സുഹൃത്തുക്കളായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, പിന്നെ വറക്ക ഉണ്ടായിരുന്നു, വറഖ് ഇബ്നു നൗഫ് ഉണ്ടായിരുന്നു. പറഞ്ഞത് അപ്പോൾ ഖദീജ ബീവിയുടെ എല്ലാ പ്രധാന ഘട്ടങ്ങളിലും വറക്ക ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു ബന്ധം
അതായത് നോളേജബിൾ പേഴ്സൺ എന്ന്. ആയിഷ ബീവി തന്നെ വർക്കയെക്കുറിച്ച് സൊഹൈൽ ബുഖാരിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് പിന്നെ ഇഞ്ചിയിൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരേ സമയം അറബി ഭാഷയും അറബിയിലേക്ക് സുരിയാനിയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളായത് പറ. എവിടെ എത്തുമാനേ അറിയാത്ത ഒരു നാട്ടിലാണ് അദ്ദേഹം. ആ സദസ്സിൽ ഞാനൊരു സീറിയൽ ഞാൻ കണ്ടത് അബൂ താലിബിന്റെ ഒരു ഖുത്ബ അതിന് ശേഷം വർക്കിയും സംസാരിച്ചു. അബൂ താലിബ് കഴിഞ്ഞതിന് ശേഷം വർക്കയോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ് വർക്കയും സംസാരിച്ചു എന്ന് കാണുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ രണ്ടാളുകളും വളരെ നല്ല കപ്പിൾസാണ്, അല്ലെങ്കിൽ എന്താ പറയുക നല്ല ജോഡികളാണ് ഇവർ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരെയും പുകഴ്ത്തുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന നല്ലൊരു ഫത്തയാണ് ഒക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഈ രണ്ടാളെയും ഇവർ വളരെ പിന്നെ രണ്ട് ഗോത്രങ്ങളും വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്തുകൊണ്ടുള്ളൊരു വിവാഹം. ആ കുടുംബത്തിൽ നിന്ന് ആരും സമ്പത്ത് കുറഞ്ഞതുകൊണ്ട് ഈ വിവാഹം നടക്കണ്ട എന്ന് പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ അതിലൊരു അതിർത്തി പ്രകടിപ്പിച്ചതായിട്ടോ നമുക്ക് ചരിത്രത്തിൽ കാണുന്നില്ല. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വിശ്വാസങ്ങളോട് ഖദീജ ബി പറഞ്ഞു എന്ന് ചില വിവാഹത്തിൽ കാണാൻ പറ്റും. നിങ്ങൾ പോയിട്ട് പിന്നെ ഒരു മൃഗത്തെ അറുത്തിട്ട്, ഒട്ടകത്തിന് തോന്നുന്നുണ്ട്, അറുത്തിട്ട് പിന്നെ സദ്യ ഒരുക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി സദ്യ ഒരുക്കി, എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് ദഫ് മുട്ടി അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ആളാണ് ഖദീജ ബി എന്ന് പറഞ്ഞാൽ. ഖദീജ ബിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അത് വലിയ വീടാണ്. അത് പിന്നെ ഒരു വെൽത്തിയസ്റ്റ് പേഴ്സൻ്റെ വീടാണ്. ചില ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും ഖദീജ ബിയുടെ വീട് വളരെ ദൂരത്തുനിന്ന് തന്നെ അതിൻ്റെ അടയാളപ്പെടുത്തിയ ചില അലാമത്തുകളൊക്കെ കാണാമായിരുന്നു. വലിയ മട്ടുപ്പാവിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ചില അടയാളങ്ങൾ കാണാമായിരുന്നു. കാരണം ആളുകൾക്ക് സ്ഥിരമായിട്ട് ആളുകളും പാവപ്പെട്ടവർ വസ്തുതൊക്കെ ചോദിച്ചിട്ടും പിന്നെ കച്ചവടക്കാർ കച്ചവടത്തിനുള്ള ആവശ്യങ്ങളായിട്ടൊക്കെ എല്ലാവരും വരുന്നൊരു വീടാണ്. വളരെ മഷ്ഹൂറായൊരു വീടാണ്. അപ്പോൾ അവിടുത്തെ ഒരു കല്യാണത്തിൻ്റെ പാർട്ടിയിൽ ആളുകൾ അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കാം വിശ്വാസങ്ങളോട് ഖദീജ ബീവി അങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതും അങ്ങനെ എല്ലാവരും കഴിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആഘോഷിക്കപ്പെട്ടൊരു വിവാഹമാണ് നബി തങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൽ പോയിന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയൊരു സ്പേസ് പറഞ്ഞാൽ നല്ല ക്യാരക്ടറിൽ അത്രയും യോജിപ്പുള്ള രണ്ടാളുകളുടെ വിവാഹം പല ആളുകളും അവിടെ പ്രശംസിക്കുന്നുണ്ട്. എനിക്ക് കാരണം നമുക്ക് പോലെ നബി തങ്ങൾ വിളിക്കുന്ന പേര് അമീൻ എന്നാണ്, ഖദീജാവിനെ വിളിക്കുന്ന പേര് ത്വാഹിറത്തു എന്നാണ്. അതിൻ്റെ ഇടയിൽ നിന്നൊരു യോജിപ്പുണ്ട്. ഒരു സംസ്കാര സമ്പന്നനായ രണ്ടാളുകൾ തമ്മിലുള്ള ഇണക്കം വരികയാണ്. ശരിക്കും നമ്മൾ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ പൊതു ആളുകളുടെ പ്രഭാഷണങ്ങളിലും സംസാരങ്ങളിലൊക്കെ ഖദീജ ബീൻ്റെ വിവാഹം നിരത്തിയപ്പെടുന്നുണ്ട്. വിവാഹത്തിന് ശേഷം പിന്നെ നബി തങ്ങളുടെ നുബുവത്ത് വരുന്നൊരു സമയമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ അവരുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു, അവരുടെ ഒരു വീട് ചുറ്റുപാട്, അവരുടെ ഇണക്കം, അവരുടെ ഇടയിലുണ്ടായ സന്താനങ്ങൾ, അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും? ഓക്കെ, അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നെ കൂടുതൽ റിപ്പോർട്ട്സുകൾ അവൈലബിൾ അല്ല കേട്ടോ. ഉള്ളത് വെച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം. പിന്നെ ഖദീജ ബീവി വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ട് നബി തങ്ങൾ ഖദീജ ബിയുടെ വീട്ടിലാണ് പിന്നെ താമസിക്കുന്നത്. നബിസ്വലാസ്മ തങ്ങൾ ഖദീജ ബിയുടെ വീട്ടിൽ താമസിച്ചു. അപ്പം നബി തങ്ങളുടെ ലൈഫ് ഓൾമോസ്റ്റ് സെറ്റിലായി അതീവ വെൽത്തുള്ളൊരു വീട്ടിലേക്കാണ്. പിന്നെ ഓൾറെഡി കച്ചവടത്തിൽ പാർട്ട്ണറാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സമ്പത്തിന് വേണമെങ്കിൽ ഷാമിലേക്ക് ഒരു കച്ചവടത്തിന് പോയാൽ നമുക്ക് കുറേ സമ്പത്ത് കിട്ടും, അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നബിസ്വലാസ്മ തങ്ങൾ അപ്പോഴും അലട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നബി തങ്ങളുടെ മനസ്സിലെന്ന് വെച്ചാൽ തൻ്റെ ഗാർഡിയനായിട്ടുള്ള അബൂ താലിബിന് ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നബി തങ്ങളോ ഖദീജ ബി എന്നൊക്കെ ആ ലെവലിലുള്ള ആളുകളാകുമ്പോൾ അവർ സ്വന്തം പേഴ്സണൽ ഗെയിൻസോ അല്ലെങ്കിൽ പേഴ്സണൽ കംഫർട്ട്സോ മാത്രമല്ലോ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർ ആ മനസ്സിൽ എത്തൂലല്ലോ. അപ്പം നബിസ്വലാസ്മ തങ്ങളെ എടുത്തപ്പോഴും തൻ്റെ പിതൃതുല്യനായ അബൂ താലിബിന് എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ വിഷയം പിന്നെ നബിസ്വലാസ്മ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹുവിനോട് വന്നിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, പിന്നെ അബൂ താലിബിന് കുറേ മക്കളാണ്, പിന്നെ അവർക്ക് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരുടെ ഏതെങ്കിലും മക്കളെ നമ്മൾ ഏറ്റെടുത്താൽ അത് അവർക്കൊരു സഹായമാവുമല്ലോ. അങ്ങനെ വിശ്വാസങ്ങൾ അബ്ബാസ് റളിയല്ലാഹുവിനോട് ഇത് മുഷാവറ ചെയ്യുന്ന നിബിധങ്ങളാണ്. നിബിധങ്ങളുടെ ആ ഒരു യുവത്വത്തിൽ അബ്ബാസ് റളിയല്ലാഹുവിനോട് ഈ കാര്യം മുഷാവറ ചെയ്തിട്ട് പോയി സംസാരിച്ചു, അങ്ങനെ സമ്മതിച്ചു. അങ്ങനെയാണ് അലി റളിയല്ലാഹുവിനെ വിശ്വാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഖദീജ ബിൻ്റെ വീട്ടിൽ കൊണ്ടുകണ്ടു. അലി റളിയല്ലാഹുവിനും അല്ലാതെ ഇപ്പോൾ ഖദീജ ബിൻ്റെ വീട്ടിൽ വളരാൻ എന്ത് യോഗ്യത ഉള്ളത്? അലി റളിയല്ലാഹുവിനെ അവരായിട്ട് ബന്ധമില്ലല്ലോ. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പെരയുടെ കുട്ടികളായിട്ട് പോയല്ലോ. അതെ, അത് കൊണ്ടുപോയതാണ് വിശ്വാസ തങ്ങൾ.
തന്നെ ഇത്രയും കാലം സംരക്ഷിച്ച അബൂ താലിബിന് ഒരു സഹായമാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഖദീജാബിയുടെ വീട്ടിൽ നിബിതങ്ങളുടെ തണലിലാണ് വളരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ നിഫ്സാദങ്ങൾ ആ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട് ആരെ? ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു തആല അൻഹ. ഉമ്മു ഐമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉമ്മു ഐമനെ സാധാരണ നമ്മൾ കേൾക്കുന്നത് പിന്നെ അബവായിൽ വെച്ച് പിന്നെ ഇവര് മരണപ്പെടുമ്പോൾ ആമിന ബീവി മരണപ്പെടുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് ഉമ്മു ഐമൻ ബീവിയാണ്. അപ്പോൾ ഈ ഉമ്മു ഐമൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ ഹബ്ഷിയത്താണ്. അതായത് ഈ അബ്രഹത്ത് പിന്നെ കൂടെ വന്നതാണെന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. കൂടെ വന്നതാണ്. അപ്പോൾ അതിൽ പിടിക്കപ്പെട്ടിട്ട് അത് പിന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ അടിമയായി. അബ്ദുൽ മുത്തലിബിൽ നിന്ന് അബ്ദുള്ള അനന്തരം എടുത്തു. അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവര് ഖദീജ ബീവി വിവാഹം കഴിക്കുന്നതോടുകൂടി നിബിതങ്ങൾ അവരെ ഇതൊക്കെ ചെയ്യും. ഇനി അവരാവശ്യമില്ല. ഖദീജ ബീവി ഒരു ഇതല്ല. അപ്പോൾ തന്നെ സംരക്ഷിച്ച ഒരാളോട് എന്ത് ചെയ്യുക? പിന്നെ നന്ദി ചെയ്യുക. തന്നെ മാതാവില്ലാത്ത സമയത്ത് പട്ടികയിൽ ഉമ്മൈമനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് മാതൃതുല്യം സ്നേഹിച്ച ഒരാളാണ്, അടിമയാണെങ്കിൽ പോലും. അപ്പോൾ അവരെ ഇത്ക്ക് ചൊല്ലി അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണ് ജാഹിലിയത്ത്. ഇത്ക്കല്ലി കൊടുത്തു വിവാഹം കഴിപ്പിച്ചു. പക്ഷേ അബൂ ഐമനോട് വിവാഹം കഴിച്ചു. പക്ഷേ അവർ പിന്നെ വിവാഹം കൂടുതൽ നിലനിന്നില്ല. ഉമ്മ മരണപ്പെട്ടതാണോ തലാക്കല്ലോ എനിക്കറിയില്ല. അവർ വിധവയായിട്ട് തിരിച്ചു വന്നു. അവർ തിരിച്ചു വരുന്നത് ഖദീജയുടെ വീട്ടിലേക്കാണ്. ഖദീജയുടെ വീട് ഇവരൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം വലിയ വീടുമാണ്. അപ്പം അതിൻ്റെ പ്രത്യേകതയാണ്, സമ്പത്തുണ്ട്. പിന്നെ അതിലുള്ള ഒരാൾ എന്ന് പറയുന്നത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ഞാൻ അവരുടെ ഹൗസ് ഹോൾഡ്സ് എന്ന് പറയാം. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ആണ്. സെയ്ദ് ബിൻ ഹാരിസയുടെ ചരിത്രം വളരെ വിശാലമാണ്. ചുരുക്കി പറഞ്ഞാൽ സെയ്ദ് ബിൻ ഹാരിസയെ ഹക്കീം ബിൻ ഹിസാം എന്ന് പറഞ്ഞാൽ ഹിസാമിൻ്റെ മകൻ ഹക്കീം എന്ന് പറഞ്ഞാൽ ഹിസാം ഖദീജ ബീവിയുടെ സഹോദരനാണ്. ജാഹിലിയത്തിനെ മരണപ്പെട്ടു പോയിട്ടു. അപ്പോൾ ഹക്കീം ബിൻ ഹിസാമിനോട് എനിക്കൊരു അടിമനെ വാങ്ങണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. അങ്ങനെ അവർ വാങ്ങിയിട്ട് ഖദീജ ബീവിക്ക് കൊണ്ടുവന്ന് കൊടുത്ത സെയ്ദ് ബിൻ ഹാരിസ. ഇവർ കാശെടുത്ത് വാങ്ങിയതാണ്. പക്ഷേ സത്യത്തിൽ സെയ്ദ് ബിൻ ഹാരിസ എന്താണ്? അടിമയായിരുന്നില്ല. ആരോടെന്ന് പിടിച്ച് അടിമച്ചന്തയിൽ കൊണ്ടുവന്ന് ബലമായിട്ട് വിറ്റതാണ്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ മഷൂറാണ്, വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ സെയ്ദ് ബിൻ ഹാരിസ പിന്നെ ഖദീജ ബീവിൻ്റെ വീട്ടിലുണ്ട്. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ സെയ്ദ് ബിൻ ഹാരിസയോട് നിബിതങ്ങൾക്ക് വലിയ വാത്സല്യമാണ്, ഭയങ്കര സ്നേഹമാണ്. അതെങ്ങനെ വെച്ചാൽ അതിൻ്റെ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യണം. എങ്ങനെ അറിയോ? ഖദീജ ബീവിക്ക് ഇഷ്ടമുള്ളതൊക്കെ നിബിതങ്ങൾക്ക് ഇഷ്ടമാണ്, നിബിതങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഖദീജ ബീവി ഇഷ്ടം. ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു കോമ്പിനേഷൻ അവരിൽ ഭയങ്കര വലുത്. ഖദീജ ബീവിനെ എല്ലാവരും ഇഷ്ടപ്പെടും. ഖദീജ ബീവിനെ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഖദീജ ബീവി എന്തിനൊക്കെ ഇഷ്ടപ്പെട്ടോ അതൊക്കെ നിബിതങ്ങൾക്ക് ഇഷ്ടമാണ്. നിബിതങ്ങൾ ആരൊക്കെ ഇഷ്ടപ്പെട്ടോ അതൊക്കെ ഖദീജ ബീവിക്ക് ഇഷ്ടമാണ്. അതേപ്പെട്ടാണ് സെയ്ദ് ബിൻ ഹാരിസ. അപ്പോൾ സെയ്ദ് ബിൻ ഹാരിസ പിന്നെ എന്നോട് നിബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പിതൃതുല്യമായൊരു വാത്സല്യം നിബിതങ്ങൾ കാണിച്ചതാണ്. അപ്പോൾ ഈ വാത്സല്യം ഖദീജ ബീവി നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നോട്ട് ചെയ്തപ്പോൾ ഖദീജ ബീവി എന്താക്കി? സെയ്ദ് ബിൻ ഹാരിസയെ നിബിതങ്ങൾക്ക് ഹിബത്ത് കൊടുത്തു. അതായത് ഇത് എൻ്റെ അടിമകളെ, നിങ്ങളുടെ അടിമകളെ ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ ഇരിക്കെ നിബിതങ്ങളുടെ പിന്നെ ഒരു അടിമയായിട്ട് ഇങ്ങനെ കഴിയുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഫാദർ തെരഞ്ഞു വരുന്നത്, ഹാരിത. അപ്പോൾ ഹാരിത തെരഞ്ഞു വന്നതും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതും അങ്ങനെ നിബിതങ്ങളോട് സംസാരിച്ചതും വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് മോചനദ്രവ്യം തരാം. അപ്പം നിബിതങ്ങൾ പറഞ്ഞു, ഞാൻ സെയ്ദിന് എന്ത് ചെയ്യാം, പിന്നെ ഓപ്ഷൻ കൊടുക്കാം. സെയ്ദ് എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്നെ തിരഞ്ഞെടുത്ത ഒരാളെ ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല. അത് വല്ലാത്തൊരു വാക്കാണത്. നബിയെ നമ്മൾ തിരഞ്ഞെടുത്താൽ നബി നമ്മളെ കൈവിടില്ല. എന്നെ തിരഞ്ഞെടുത്ത ഒരാളെ ഞാൻ കൈവിടില്ല, എനിക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തു പറഞ്ഞാൽ അവരെ വിളിച്ചു, ഓപ്ഷൻ കൊടുത്തു. സെയ്ദും ഹാരിസയും സഹോദരൻ കഅബും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ നിബിതങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, ഞാൻ ഇവിടെ തന്നെ വന്നോളാം. അപ്പോൾ പറഞ്ഞത് അബും എൻ്റെ അമ്മുവാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അബും അമ്മും ഒന്നിച്ചാണ് നിബിതങ്ങൾ. അതായത് ഞാൻ ആ അബും അമ്മിൽ നിന്നൊക്കെ ഉള്ളത് ഒന്നിച്ച് ഞാൻ നിബിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ടച്ച് ചെയ്തൊരു വായിക്കേണ്ടതാണ്. ഹാരിസ് എന്ന് നബിതങ്ങളോട് അല്ലെങ്കിൽ സെയ്ദിനോട് പറയണ്ടേ. ഇപ്പം തിരഞ്ഞെടുത്തതിന് ശേഷം പറയാണ്,
അനക്ക് മക്കയിലുള്ള ഒരാളുടെ അടിമയായിട്ട് ജീവിക്കാനാണോ സ്വന്തപ്പാന്റെ മോനായിട്ട് ജീവിക്കാൻ? ഈ ഹാരിസ് എന്നുള്ള പോലെ കുടുംബത്തിൽ ഭയങ്കര ധനാഢ്യനായിട്ടുള്ള ഒരാൾ കൂടിയാണ്, പ്രൗഢിയുള്ള ഫാമിലിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ചോദിക്കുന്ന ടൈമിലും സൈദ്ലാൻ പറയണത് അതെ. എനിക്ക് നബി മതി എന്നാ. അപ്പോൾ ആ ഒരു അടിമയായിട്ട് ജീവിക്കുന്ന സിറ്റുവേഷനിൽ പോലും നബി അത്ര കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നബിന്റെ ബിഹേവിയർ ഇതൊക്കെ ഇപ്പൊ എന്താ വെച്ചാൽ നബിസ്വസ്മതം നുബുവത്തിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടാവുക. അപ്പൊ അതേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ ഖദീജ ബി നബി തങ്ങളെ അട്രാക്ട് ചെയ്യുക. ഖദീജ ഈ സെയ്ദ് ബിൻ ഹാരിത്തെ അട്രാക്ട് ചെയ്യുന്നുണ്ട് നബി തങ്ങള്. അടിമയായിരിക്കുന്ന പൊസിഷൻ അട്രാക്ട് ചെയ്യപ്പെടുന്നു. അപ്പോ ഖദീജ ബി അട്രാക്ട് ചെയ്തതിന് കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ നബി തങ്ങൾക്ക് മനസ്സിലായി, അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന പിന്നെ സെയ്ദിന്റെ മേൽ ഒരു പിന്നെ അടിമത്വം എന്ന് പറയുന്ന ഒരു അയ്ബ് നിലനിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇവർക്കും അതൊരു പ്രയാസം ഇനി അടിമയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നബി തങ്ങൾ വേഗം സെയ്ദിനെയും കൂട്ടിയിട്ട് പിന്നെ കഅബയുടെ അടുത്ത് പോയി, പിന്നെ നമ്മുടെ ഹിജർ ഇസ്മായിലിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു, ഇനി സെയ്ദിൻ്റെ മകനാണ്, എരിസുനി വ അരിസോ ഞാനുവ. അപ്പോൾ അന്ന് മുതലാണ് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ടു. അതോട് ഇവൾക്ക് സമാധാനമായി. ഇപ്പൊ അടിമയല്ലല്ലോ, അത് മാറിയിട്ടു. അങ്ങനെ അവർ സന്തോഷത്തോടെ തിരിച്ചു പോയി എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സെയ്ദ് ബിൻ ഹാരിസയും നബി തങ്ങളുടെ വീട്ടിലുണ്ട്. പിന്നെ നബി തങ്ങളുടെ വീട്ടിലുള്ള വേറെയും ചില ആളുകളുണ്ട്. സെൽമയെ കുറിച്ച് പറയാം. സെൽമ ബീവി. സെൽമ എന്ന് പറയുന്നത് ശരിക്കും പിന്നെ ഇവരുടെ നേഴ്സാണ്. ഹോം നേഴ്സിനെ പോലെ ഖദീജ ബീവിയുടെ പ്രസവങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആളാണ് സെൽമ. അവരുണ്ട്. പിന്നെ ഖദീജ ബീവിയുടെ നേരത്തെ കഴിഞ്ഞ വിവാഹത്തിലുള്ള മക്കൾ, അതിൽ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നുള്ള കൃത്യമല്ല എനിക്ക്, പക്ഷെ അതിൽ ഹിന്ദുണ്ട്. ഹിന്ദ് ബിൻ അബീഹാല, അബൂഹാലയുടെ ആദ്യത്തെ ഭർത്താവായ അബൂഹാലയുടെ മകൻ ഹിന്ദ്, അവർ നബി തങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല ഇവരുടെ ഡിസ്ക്രിപ്ഷൻസ് പിന്നീട് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഹദീത്തിൻ്റെ കിതാബിൽ ഷമായിലു തിർമിദിയിൽ ഒരു ഹദീത്ത് ഹസൻ റളിയല്ലാഹു അൻഹു, എന്നാൽ നമ്മുടെ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു പിന്നെ ഹിന്ദിനോട്, ഈ ഹിന്ദ് ബിൻ അബി ഹാലയോട് ഖാലി എന്ന് വിളിച്ചിട്ട്, പിന്നെ എനിക്ക് എൻ്റെ ജദ്ദിനെ ഒന്ന് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് തരൂ എന്ന് പറയണം. എനിക്ക് കേൾക്കാൻ പൂതിയായിട്ടാണ് നബിനെ കുറിച്ചിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നബ്സാസ്മ തങ്ങളുടെ റബീബായിരുന്നു ആര്? ഹിന്ദ് ബിൻ അബി ഹാല. റബീബ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ റബീബ് എന്ന് പറയാം, അതായത് പിന്നെ സ്റ്റെപ്സൺ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പിന്നെ സ്റ്റെപ്സണ്ണായിട്ട് ആരുണ്ട്? പിന്നെ ഇവരുണ്ട്. ഹിന്ദ് നബി തങ്ങളുടെ വീട്ടിലാണ് ഉള്ളത്. ഹിന്ദിനെ കുറിച്ച് പറയും, ഹിന്ദ് കാന വസ്സാഫ് എന്നാണ്. ഹിന്ദിനെ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയും. അപ്പോൾ എനിക്ക് നബി തങ്ങളെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് വന്നപ്പോൾ നബി തങ്ങളെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ, അതൊരു നീണ്ട ഹദീസാണ്. അപ്പോൾ അതിൽ നബി തങ്ങളുടെ മുഖവും പിന്നെ കൽഖമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് ലോങ് ഹദീസാണ് ഷമായത്ത് തിർമിദിയിൽ. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹിന്ദ് ബിൻ അബി ഹാലയാണ്. അപ്പോൾ ഹിന്ദ് നബി തങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദ് നബി തങ്ങളെ വിശ്വസിച്ചിട്ടുമുണ്ട്. പിന്നെ ജമൽ യുദ്ധത്തിനാണ് അവർ എന്താവുന്നത് പിന്നീട് ഷഹീദാവുക. പിന്നെ നബി തങ്ങൾക്ക് ഈ മക്കളൊക്കെ ഉണ്ടായത്, അതായത് ഇപ്പോൾ നമ്മൾ അറിയുന്ന മക്കൾ, അതായത് ഇപ്പോൾ സൈനബ് ഉണ്ടാവുന്നത്, അതേപോലെ റുഖയ്യ, അതേപോലെ പിന്നെ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ നബി തങ്ങൾക്ക് പിറക്കുന്നത് പിന്നെ ഇതിൻ്റെ നബുവത്തിന് മുമ്പ് തന്നെ പിറന്നിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ മകനും പറഞ്ഞിട്ടുണ്ട്, ഖാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഖാസിം റളിയല്ലാഹു അൻഹു നബുവത്തിന് മുമ്പ് പറഞ്ഞതാണ്. അവർ നബുവത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഇവിടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും പ്രബലമായ അഭിപ്രായത്തിൽ അവർ നബുവത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. പിന്നെ അബ്ദുള്ള ജനിക്കുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് നബുവത്തിൻ്റെ ശേഷം അബ്ദുള്ള ജനിക്കുന്നത്. അതുകൊണ്ടാണ് അബ്ദുള്ളാൻ്റെ വിഷയത്തിൽ എന്തുണ്ടായത്? അബ്ദുള്ള മരണപ്പെട്ടപ്പോഴാണ് പിന്നെ ആസിബിന് വായിൽ എന്ത് പറഞ്ഞത്? അബുത്തറാണ്, നബിതങ്ങൾ അബുത്തറായിരിക്കും എന്ന് പറഞ്ഞ് നബിതങ്ങൾ ആക്ഷേപിച്ചു. അത് ഭയങ്കരമായിട്ട് അവർ ആഘോഷിച്ചു എന്നാണ്. അബ്തർ എന്ന് പറഞ്ഞാൽ പിന്നെ സന്താനം ഇല്ലാത്തൊരാണ്, അതായത് കുറ്റിയേറ്റുപോയി എന്ന് പറയില്ല നമ്മള്. നബിന്റെ ശേഷം പിന്നെ ആരും അത് നബിതങ്ങളോട് കൂടി ഇവിടെ മുറിഞ്ഞു പോവാണ്, ഇനി ഇത് ഏറ്റെടുക്കാൻ ആമക്കളില്ലല്ലോ എന്നുള്ള. അപ്പോൾ അവരെന്ന് വെച്ചാൽ ആമക്കളുണ്ടാവുക, കുറേ വെൽത്തും ഉണ്ടാവുക. ഇതാണ് അവരൊരു പ്രൗഢിയുടെ ഇതായിട്ട് കണ്ടിരുന്നത്.
അപ്പോൾ മുഹമ്മദ് അബ്തറായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മരണം വരെ ആഘോഷിച്ചു വന്ന ആ ഒരു ദിവസം ഖദീജ ബി നബി തങ്ങൾ അനുഭവിച്ച വേദന വല്ലാത്ത കാര്യം. പിന്നെ അബ്ദുള്ളയുടെ മരണത്തിലുള്ള ദുഃഖം സ്വാഭാവികമായിട്ട് നബി തങ്ങൾക്കും ഖദീജ ബിക്കും താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. അതിലപ്പുറമാണ് അത് ശത്രുക്കൾ ആഘോഷിക്കുക. ആ ഒരു തീഷ്ണമായ രംഗത്തിലൂടെ ഖദീജ ബിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അവ പറഞ്ഞു വന്നത് പിന്നെ ഇവർ ഖാസിം റളിയല്ലാഹു വഫാത്തായിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഈ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സൈനബിൻ്റെ വിവാഹം അത് നേരത്തെ നടന്നിട്ടുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിവാഹം അനുഭവത്തിന് മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചത് അബുൽ ആസ് ഇബ്നു റബീഅയാണ്. അബുൽ ആസ് ഇബ്നു റബീ എന്ന് പറഞ്ഞാൽ ഹാലയുടെ മകനാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ സഹോദരി ഹാലയുടെ മകനാണ്. അബുൽ ആസ് ഇബ്നു റബീ ഒരു ഫ്രീക്വൻറ്റ് വിസിറ്റർ ആയിരുന്നു ഇവരുടെ വീട്ടിൽ. എളാമാൻ്റെ അടുത്ത് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വെൽത്തുള്ള ആൾ ഖദീജ ബി വേണം. ഖദീജ ബി ഈ ബന്ധങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ഇവരൊക്കെ സംരക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിലെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അബുൽ ആസ് ഇബ്നു റബീൻ്റെ തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഖദീജ ബിയുടെ താല്പര്യം കൂടെ. ഖദീജ ബി ചെയ്യണത് ഖദീജ ബീവിയാണ് ആദ്യം അത് പറയുന്നത്. അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരുന്നത് മകൻ ആസ് ഇബ്നു റബീനെ. അപ്പോൾ നല്ല സ്വഭാവക്കാരനാണ്, ഇവർ നമുക്ക് അറിയുന്ന പയ്യനാണ്, കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷെ പിന്നീട് അവരുടെ സ്റ്റോറി ടോട്ടലി പിന്നെ വലിയൊരു കഥയായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ആസ് ഇബ്നു റബീ നബുവത്ത് കിട്ടിയപ്പോൾ ആസ് ഇബ്നു റബീ വിശ്വസിച്ചില്ല, സൈനബി വിശ്വസിച്ചും ചെയ്തു. സൈനബി വിശ്വസിച്ചു. സൈനബി പറഞ്ഞാൽ ഈ ഖദീജ ബീൻ്റെ വീട്ടിലെല്ലാവരും വിശ്വസിച്ചു. ഖദീജ ബീൻ്റെ വീട് വിശ്വസിച്ചു എന്ന് പറയുവാണെങ്കിൽ ഓക്കെ അല്ലേ, ഖദീജ ബീൻ്റെ വീട് വിശ്വസിച്ചു എന്ന് പറയാം, അതായിരിക്കും ബെറ്റർ. അവിടെയുള്ള എല്ലാവരും വിശ്വസിച്ചു. അലി റളിയല്ലാഹു നേരത്തെ വിശ്വസിച്ചു. ആദ്യം നബി നമ്മൾ വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. അലൽ ഇത്ലാഖ് ഖദീജ ബീവിയാണ്. അപ്പോൾ പിന്നെ ഈ മക്കളൊക്കെ വിശ്വസിച്ചു. പക്ഷേ ഇവർ വിശ്വസിച്ചില്ല. ആര്? പിന്നെ പിന്നെ സോറി പിന്നെ അബുൽ ആസ് ഇബ്നു റബീ വിശ്വസിച്ചില്ല. പക്ഷേ ഇവർ തമ്മിലാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്, ഇവർക്ക് പിരിയാൻ കഴിയണില്ല. അബുൽ ആസ് ഇബ്നു റബീ സ്വഭാവം കൊണ്ടും നല്ലവനാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാണ്, ഖദീജ ബിയുടെ സഹോദരി പുത്രനാണ്. പിന്നെ ഈ കുടുംബമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു ഘടകമാണല്ലോ. പല കാരണങ്ങളുണ്ടാവാം, ചിലപ്പം സമ്മർദ്ദങ്ങളുണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവും. ഇവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്, പ്രണയമാണ്. പക്ഷെ ഇവർക്ക് വിശ്വസിച്ചില്ല. അങ്ങനെ നിന്ന് മാത്രമല്ല, ഹിജറ പോയപ്പോൾ ഇവർ പോയിട്ടില്ല, സൈനബി പോയിട്ടില്ല. സൈനബി ഇവിടെ മക്കത്താള്. അബുൽ ആസ് നോക്കും, ഭാര്യയെ നോക്കും, ഇതിൻ്റെ ഇതൊന്നും വിഷമിപ്പിക്കൊന്നുമില്ല, കാരണം അവർ സ്നേഹത്തിലാണ്. അങ്ങനെ ബദർ യുദ്ധത്തിൽ എന്താവുന്നുണ്ട്, പിന്നെ ശത്രുപക്ഷത്ത് പിടിക്കപ്പെട്ടു അബുൽ ആസ് ഇബ്നു റബീ. അപ്പോഴാണ് അബുൽ ആസ് എന്ത് ചെയ്തത്, പിന്നെ ഞങ്ങൾ മോചനദ്രവ്യം കൊടുത്തിട്ട് മോചിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായപ്പോൾ സൈനബ് ബീവി എന്ത് ചെയ്തു, ഖദീജ ബീവി കൊടുത്തൊരു മാല ഉണ്ടായിരുന്നു സൈനബീൻ്റെ അടുത്ത്. ഖദീജ ബീവി കല്യാണ സമയത്ത് സൈനബിന് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഈ മാല കൊടുത്തയച്ചു. നടക്കണ ഖദീജ ബീവിക്ക് വഫാത്തായി കഴിഞ്ഞ ശേഷം ഇവര്, അതായത് പിടിക്കപ്പെട്ട ആളുകളെ മോചനദ്രവ്യം കൊടുത്താൽ മോചിപ്പിക്കുമെന്ന് ഉള്ള വാർത്ത വന്നപ്പോൾ തൻ്റെ കയ്യിലുള്ള മാല ഊരി കൊടുത്തു ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഓരോരുത്തരും കേസ് ഇങ്ങനെ പരിഗണിക്കുമ്പോൾ അബുൽ ആസ് ഇബ്നു റബീ ഈ മാലയിട്ട് വന്നു. ഈ മാല കണ്ടപ്പോൾ നബി തങ്ങൾ കരഞ്ഞു പോയെന്നുള്ള. അതേപോലെ ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ട ഏതൊരു സാധനവും നബി തങ്ങൾക്ക് എന്തായിരിക്കും, നബി തങ്ങളെ പിടിച്ചു കുലുക്കും. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എന്ത്, ഇത് ഖദീജയുടെ മാലയാണ്. അപ്പോൾ സംഗതിക്ക് മനസ്സിലായി ഇത് ഇവർ കൊടുത്തയച്ച. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരും സമ്മതമാണെങ്കിൽ പിന്നെ അബുൽ ആസ് ഇബ്നു റബീനെ ഈ മാല ഇല്ലാതെ അത് തിരിച്ചു കൊടുത്തിട്ട് മോചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ മനസ്സിലാക്കിയത്, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നബി തങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ ഖദീജ ബിയുടെ ഒരു വെൽത്ത് വാങ്ങിയിട്ട്, ഒരു മാല വാങ്ങിയിട്ട് ഒരാളെ മോചിപ്പിക്കുന്നത് ഖദീജ ബിയോട് ചെയ്യുന്ന ഒരു അനാദരം. കാരണം ഖദീജ ബിയുടെ ടോട്ടൽ വെൽത്ത് കൊടുത്തിട്ടാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ദീനന്നെ വളരുന്ന അവരുടെ സമ്പത്താണ്.
ഇനിയിപ്പോൾ അവർ മകൾക്ക് കൊടുത്തൊരു മാല ഞാൻ എങ്ങനെയാണ് ഒരു മോചനദ്രവ്യമായിട്ട് സ്വീകരിക്കാം, കഴിയുന്നില്ല. അപ്പോൾ അവരെല്ലാവരും സമ്മതിച്ചു, എന്നാൽ അബ്ദുല്ലാസിനെ നമ്മൾ വെറുതെ വിടാം. അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു, അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെ എന്താക്കണം, ഇങ്ങോട്ട് മദീനയിലേക്ക് എത്തിക്കണം എന്ന് പറയാം. പിന്നെ അവർ വിശ്വസിച്ചു, തിരിച്ചു വന്നവർ ഒരുമിച്ച് ജീവിച്ചു, കുറച്ച് കാലം ജീവിച്ചു, പിന്നെ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് അതിൻ്റെ സംഭവം സുദീർഘമായത്. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെയും ഖദീജാബിയുടെ ഈ ഈ ഈ ഈ സംഭവങ്ങളും ഓർമ്മകളും തികട്ടി വരുന്നൊരു സംഭവമാണത് എന്ന് പറയും. പിന്നെ വേറെ ഇഷ്യൂ ഉണ്ടായി, അതായത് റുഖയ്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമ ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു ആരുമായിട്ട്, പിന്നെ അബൂലഹബിൻ്റെ 2 മക്കളുമായിട്ട്, ഉത്ബ ഉത്തൈബ, ഇവരുമായിട്ടാണ് അത് നിശ്ചയിച്ചിട്ടുണ്ടായത്. ഇത് നുബുവത്ത് ഒന്നോട് കൂടിയിട്ട് എന്തായി, അബൂലഹബും അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീലും ഇവർ ഭയങ്കര ശത്രുക്കളായി. അറിയാലോ സംഭവം. അതെ. ഉമ്മു ജമീലിനെ ഖുർആൻ അങ്ങനെ ആക്ഷേപിക്കണമെങ്കിൽ ഇപ്പം എത്രയേക്കാരം അവർ ചെയ്ത ശല്യം, അല്ലാതെ ഇപ്പം അങ്ങനെ എല്ലാവരും നിബിധങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ആ ഉമ്മു ജമീൽ ചെയ്ത ഒരു വലിയൊരു, അതായത് ഒരു പിതാവിനും ഒരു മാതാവിനും പിന്നെ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണം പറഞ്ഞിട്ട് അവരെ തൊലാക്കില്ല, ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കുക, മക്കളെ തുറവിക്കുക. മക്കളെ ദ്രോഹിക്കുക. ഇത് പറഞ്ഞിട്ട് ഒരു വേറെ, അത് അവരുടെ വിവാഹം. ഇപ്പോൾ അബുലാസ് അവിടെ ഉണ്ട്, അവരും വിവാഹിച്ചിട്ട്, പക്ഷെ അവർ വിവാഹം ഒരു മക്കളെ ഉപദ്രവിച്ചിട്ടില്ല. ശത്രു ഈ വിശ്വാസധാരയിലേക്ക് കടന്നു വരാൻ സമയമെടുക്കും ചിലപ്പോൾ, ഓക്കെ, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. പക്ഷെ അതിനെ ഈ മക്കളെ, പെൺമക്കളെ ഇതാക്കുക. പിന്നെ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നുണ്ട്. അതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. അവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല, വിവാഹം കഴിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. എന്താ രീതിയിൽ ഒരാൾ, ആരാണ് പേരെനിക്ക് ഓർമ്മയില്ല, ഉത്തുബേണോ ഉത്തൈബേണോ എന്ന് അറിയുന്നില്ല, അവർ വന്നിട്ട് നബിതങ്ങളുടെ വീട്ടിന് മുമ്പിൽ വന്നിട്ട്, ഞങ്ങൾ മകളെ, നിങ്ങൾ എല്ലാവരും പിന്നെ മകളൊക്കെ വിശ്വസിച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ മകളെ വേണ്ട, ഞാൻ നിങ്ങളെ മകളെ തിരിച്ചെന്നിരിക്കുകയാണ് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചതിൻ്റെ ഷർട്ടൊക്കെ കീറിയിട്ട് ഒരു പ്രകടനമൊക്കെ നടത്തിയതായിട്ട് സീറ സൂസിൽ കാണുന്നുണ്ട്. അപ്പോൾ നബിതങ്ങളൊരു ദുആ ചെയ്യുന്നുണ്ട്, അതായത് പിന്നെ കറക്റ്റ് വേർഡിങ്സ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, അത് അള്ളാഹു അവരുടെ പിന്നെ കിലാബുകളെ അവൻ്റെ മേലിനി അധികാരപ്പെടുത്തണം, അതൊരു വാക്കാണ് ഉപയോഗിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ യാത്ര, ഷാമിലേക്ക് യാത്ര പോകണ കച്ചവടം, ആ യാത്രയിൽ ഒരു മൃഗം അദ്ദേഹത്തെ ആക്രമിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരുടെ വിവാഹങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതിനുണ്ടായിരുന്നൊരു പ്രധാന സംഭവമായിട്ട് വരുന്നത് പിന്നെ ഹലീമ ബീവി ഒരു ഫ്രീക്വന്റ് വിസിറ്ററാണ് ഇവരുടെ വീട്ടിൽ. ഇവിടങ്ങളുടെ പോറ്റുമ്മ ഹലീമത്തു സാദിയ റളിയല്ലാഹു തആല. അപ്പോൾ ഹലീമ ബീവി എന്ത് ചെയ്യും, ഈ പിന്നെ വിവാഹത്തിന് ശേഷം ഖദീജാബിൻ്റെ വീട്ടിൽ വരും. അവൻ നബിതങ്ങൾക്ക് ഹലീമ ബീവി എന്നൊക്കെ പറഞ്ഞാൽ നബിതങ്ങൾ സ്വന്തം ഉമ്മയെപ്പോലെയാണ്. ഇസ്ലാമിൽ അങ്ങനെ നിയമമാണേനും ഷറ പിന്നെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വരുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും, അവർക്ക് വേണ്ടി പ്രത്യേകം അതിൻ്റെ വിരിപ്പൊക്കെ വിരിച്ചു കൊടുക്കും, അവരതിലിരുത്തും, അവർ വിവരങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ഖദീജ ബി നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സെയ്ദ് ബിൻ ഹാരിസയോടുള്ള സ്നേഹം നോട്ട് ചെയ്ത പോലെ തന്നെ ഹലീമയോടുള്ള സ്നേഹം ഇവർ നോട്ട് ചെയ്യുന്നു. അപ്പോൾ ഹലീമ ബീവിയോട് ഇത് കാണുമ്പോൾ ഖദീജ ബീവി വാരിക്കോരി കൊടുക്കുന്നു, അവർക്ക് കുറേ സമ്പത്ത് കൊടുത്തു, ഒട്ടകങ്ങൾ കൊടുത്തു. അപ്പോൾ വേണ്ടത് അത് ഞാൻ പറഞ്ഞു, നിബിധങ്ങൾ എവിടെ സ്നേഹം നിക്ഷേപിക്കുന്നോ അവിടെ ഖദീജയുടെ സ്നേഹ നിക്ഷേപം കാര്യമായിട്ട് മാലുണ്ടായിരിക്കും. ഇവർക്ക് മാലുണ്ടാവില്ലല്ലോ, പക്ഷേ പിന്നെ കൈയഴിഞ്ഞ് സഹായിക്കും നിബിധങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മേഖല. അപ്പം ഇതൊരു ഒരു സ്ഥിരം സ്വഭാവമായിരുന്നു ഖദീജയുടെ എന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതേപോലെ പിൽക്കാലത്ത് വേറെ സംഭവം ഉണ്ടാവുന്നുണ്ട്. അതായത് പിന്നെ വേറൊരു സ്ത്രീ, അവരുടെ പേര് ജസാമത്ത് എന്നാണ് അവരുടെ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ത്രീ വരുന്നുണ്ട് അതേപോലെ. അപ്പോൾ ബൽ അൻതി ഹസ്സാന എന്ന നബിതങ്ങൾ തിരുത്തി പറയും. അപ്പോൾ ഈ ഒരു സ്ത്രീ ഒരു കിളവിയാണ്, അജൂസാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത്, അത് പിന്നീട് പിൽക്കാലത്തെ സമയമാണ് പറഞ്ഞത്, വരുന്ന സമയത്ത് പിന്നെ
നിബിധങ്ങൾ അവരെ ഭയങ്കരമായിട്ട് പരിഗണിക്കുന്നത് കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഭയങ്കര ഇത്രമാത്രം റെസ്പെക്ട് ചെയ്ത് ആരാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് പറഞ്ഞ കാരണം എന്താ അറിയോ, ഇവർ ഖദീജാവിൻ്റെ വീട്ടിൽ വരാറുള്ള ആളായിരുന്നു. മീൻസ് അത്ര അവർ വേറെ ഒന്നുമല്ല. ഞാൻ ഖദീജാവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ വന്ന് സഹായം ചോദിക്കുന്ന ഒരാൾ. അപ്പോൾ ആലോചിച്ച് നോക്കാം, അതിൻ്റെ ഒരു ഖദീജാബിയുടെ വീട്ടിൽ സഹായാഭ്യർത്ഥന നടത്തി വന്നിരുന്ന ഒരാളായിരുന്നു ഇവർ. അപ്പോൾ ഖദീജാബി അവരെ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യും, വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും അവർക്ക് സമ്പത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു ഇവർ തമ്മിലൊരു കെമിസ്ട്രി അങ്ങനെ രൂപപ്പെട്ടു വരുന്നത്. ഇവർ പിന്നെന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇഷ്ടങ്ങളുടെ എല്ലാ പോയിന്റുകളും മനസ്സിലാക്കി ഇതിന് കൈമാറണല്ലോ. ഇപ്പൊ നബിതങ്ങൾ കൺസേൺ ചെയ്യുന്ന ആളുകളെ ഖദീജ ഏറ്റെടുക്കുക. ഇപ്പൊ അലി റളിയല്ലാഹു പറഞ്ഞു, അതുപോലെ ഉമ്മൈമൻ ഏറ്റെടുത്ത് പറഞ്ഞു. അതേപോലെ ഖദീജബിക്ക് മക്കളുണ്ട്, വേറെ ആളുണ്ട്, അതിന് നബിതങ്ങളും കൊണ്ട് ഏറ്റെടുക്കാം, റബീബത്തായിട്ട് മാറാൻ. അപ്പൊ അവർക്കിടയിലൊരു ആ പരസ്പരം മനസ്സിലാക്കൽ ശരിക്കും ആ ആളുകൾ ആ ഹൗസ് ഹോൾഡിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ നിങ്ങൾ ഇതിന് തുടക്കത്തിൽ ഒരു ഹദീസ് പറഞ്ഞല്ലോ, അപ്പോൾ ഏത് പിന്നെ തങ്ങൾ അല്ല ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഖദീജ ബിയെ സ്മരിച്ചതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ആയിഷ അതേപോലെ ഖദീജ ബിയുടെ മറ്റൊരു സംഭവം, അതായത് ഖദീജ ബീവിയുടെ മഹത്വം മനസ്സിലാക്കി തരുന്ന വേറെ ഹദീസ് എന്ന് പറയുന്നത്, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അള്ളാഹു സലാം പറഞ്ഞു എന്ന് പറയുന്ന ഹദീസാണല്ലോ. അങ്ങനെ ഒരു ഹദീസുണ്ട്, അതിലേക്ക് വരാം. അപ്പോൾ എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, പിന്നെ അവർക്കൊരു ബൈത്തുണ്ട് അല്ലേ, ബൈത്തുണ്ട്, ബൈത്തും മിൻ ഖസബ് ലാ സൊഹബ ഫീഹി വലാ നസബ് എന്നാണ് ജിബ്രീൽ ഉപയോഗിച്ച ബൈത്തുണ്ട്. അപ്പോൾ ഈ ബൈത്ത് ശരിക്കും ഖദീജാബിക്ക് ബൈത്തൊന്നും പോരോ, ഖസ്റൊക്കെ വലിയ കൊട്ടാരം അറിയിക്കുന്നത്. പക്ഷെ ബൈത്ത് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് ശാരീരികളവിടെ ഡിസ്കസ് ചെയ്തത്. കാരണം റബ്ബത്ത് ബൈത്ത്സ്, ഒരു വീട്ടിൻ്റെ റബ്ബത്ത് എന്നുള്ള നിലക്ക് ആ വീട് മൊത്തം വിശ്വസിച്ചത് റബ്ബത്ത് ബൈത്ത്സ്, അവരത് ഉൾക്കൊണ്ടുള്ളതാണ്. അപ്പോൾ ഒരു റബ്ബത്ത് ബൈത്ത്സ് എന്നുള്ള നിലയിലാണ് ഖദീജ ബി എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിൻ്റെ ഈ വലിയൊരു ഒരു സേവനം ചെയ്യുന്നത്. ആ ബൈത്തുമായി ബന്ധപ്പെട്ട ആളുകൾ അവരൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഒരു മാലയിൽ കോർത്തു വെക്കുന്നത്, പിന്നെ അവരൊക്കെയുള്ള ഒരു കെമിസ്ട്രി, അത് റബ്ബത്ത് ബൈത്താണ്. അപ്പോൾ റബ്ബത്ത് ബൈത്ത് എന്ന് ശരിക്കും പറയാം, ആ വീട് സ്പെഷ്യലാണ്, ആ വീടാണ് വിശ്വസിച്ചതെന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് ഇസ്ലാമിക് ഇനീഷ്യൽ സ്റ്റേജ് വരുന്നത് വീട്ടിൽ നിന്നാണ്. ആ വീടാണ്, ആ വീട്ടിലെല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ ആ വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ പിന്നെ ആ വീട് നബിതങ്ങളുടേതല്ല, അത് ഖദീജയുടെ വീടാണ്, റബ്ബത്ത് ബൈത്താണ്. അപ്പോൾ അതുകൊണ്ടൊരു ബൈത്ത്, അതിന് പകരമാണ് ഒരു ബൈത്ത് എന്ന് കൊടുത്തത്. ബൈത്ത് ഞാൻ ഖസ്ർ എന്നാണ് ഷറ പറയാം. കാരണം ബൈത്തല്ല, അത് ഖസ്റാണ്, പക്ഷെ അത് ബൈത്താണ്. കാരണം ബൈത്ത്. ഇനി പിന്നെ ബൈത്തും മിൻ ഖസബ് എന്നാണ് പറയുക. ഖസബ് എന്ന് പറഞ്ഞാൽ ശരിക്കും മുള എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഷറ ചെയ്തിട്ടുള്ളത് പിന്നെ ഖസബും മിൻ ലുഅ്ലു എന്നുള്ളതാണ്. അതായത് കാരണം ഖസബിൻ്റെ ഒന്നും പോരാ, നമ്മളെ ഖസബ് എന്ന് പറയാം. അതായത് ഈ നിങ്ങൾ ഉദ്ദേശിച്ച ഖസബല്ല, ഖസബുൽ ജന്ന, സ്വർഗത്തിലെ ഖസബ് എന്ന് പറയുമ്പോൾ അത് പിന്നെ ഖസബ് ഉള്ളിൽ ഹോളായിരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഉള്ളിൽ ഹോളായിട്ടുള്ള ഇങ്ങനെയുള്ള നീണ്ട ഖസബ് പോലെയുള്ള ലുകൾ, അത് വെച്ചുണ്ടാക്കിയ ഖസർ. അപ്പോൾ ഈ ഖസബ് എന്ന് പറഞ്ഞാൽ ഖസബു സബക്ക് എന്ന് പറയാം അറബിയിൽ. അതായത് നമ്മൾ ഓട്ട മത്സരമൊക്കെ നടത്തുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ ഒരു ഖസബ് കുത്തി വെക്കുമല്ലോ, എന്നിട്ട് നാട്ടിയിട്ട് അത് ഫസ്റ്റായിട്ട് പിടിക്കുന്ന ആൾ ജയിച്ചു നമ്മൾ പറയും. അപ്പോൾ സബക്കിനെ സൂചിപ്പിക്കാൻ ഖസബ് എന്ന അറബിയിൽ ഖസ്ബു സബക്ക് പറയാൻ. അപ്പോൾ ഖസബ് പറയാനുള്ള കാരണം സാബിഖു ഇലൽ ഇസ്ലാം. ഖദീജ ബിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദ ഫസ്റ്റ് മൊമെൻറ്റിൽ തന്നെ വിശ്വസിച്ചു എന്നതാണ്. അത് സംശയം ഉണ്ടായില്ല. നബിതങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അതൊന്നും അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കൂല, അത് എന്തോ സ്പെഷ്യലാണ്. ഫസ്റ്റ് മൊമെൻറ്റിൽ തന്നെ നബിതങ്ങളെ ഏറ്റെടുത്തു. അപ്പോൾ അലൽ ഇത്ലാഖ് ഇസ്ലാമിലേക്ക് ആദ്യം വന്നത് ഖദീജ ബിവിയാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മസലൻ ഇബ്നു അബ്ദുൽ ബർ ഇസ്തിയാബിൽ പറയുന്നുണ്ട്, നബിമ പറയുന്നുണ്ട്. അപ്പോൾ ആ സബക്കിന് സൂചിപ്പിക്കാനാണ് ഖസബിൻ്റെ വീട് എന്ന് പറയുന്നത്. ഖസബ്, മറ്റേത് ലുലു എന്നൊക്കെ പറയായിരുന്നു, പക്ഷെ ഖസബ്. അപ്പോൾ ഖസബ് സബക്കാണത്.
പിന്നെ പിന്നെ ലാ സഹബ ഫീഹി വലാ നസബ്. സഹബ് ശരിക്ക് പിന്നെ ഈ നിബിതങ്ങൾ നുബുവത്തായിട്ട് വരുമ്പേ അവിടെ പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു സഹബർ ഒച്ചപ്പാട് എന്നുള്ളതാണ്. ബഹളം, പിന്നെ തർക്കം, ഇതൊക്കെയാണ്. പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അവിടെ. കാരണം നബിതങ്ങൾക്ക് നുബുവത്ത് കൊടുക്കുമ്പോൾ നബിതങ്ങൾ കുടുംബത്തിൽ നിന്ന് പ്രശ്നമായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതുവരെ എല്ലാവരും വിശ്വസിക്കുന്ന ആളുകൾക്കെതിരായി. പക്ഷെ ഈ വീട്ടിൽ അതിനെ ചൊല്ലി ഒരു ഒച്ചപ്പാടും ഉണ്ടായിട്ടില്ല, ഈ വീട്ടിലുണ്ടായിട്ടില്ല. ഖദീജയുടെ വീട്ടിലെ അപ്പം അത് ബൈത്തുൻ ലാ സഹബ ഫീഹ്. എന്തുകൊണ്ടുണ്ടായില്ല? അതിൻ്റെ റബ്ബത്ത് ഖദീജ അങ്ങനത്തെ ഒരാളായിരുന്നു, അതുകൊണ്ടുണ്ടായില്ല. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് അതിൻ്റെ മുക്കാഫി ആയിട്ട് പറഞ്ഞതാണ് എന്ത്? സ്വർഗത്തിലെ ആ വീടിൻ്റെ വിശേഷണം. ബൈത്തു ഖസബ് ലാ സഹബ ഫീഹി വലാ നസബ്. നസബ് എന്ന് പറഞ്ഞാൽ പിന്നെ ക്ഷീണം എന്നാണ്, താബ്, രോഗം, ക്ഷീണം. താബ് പിന്നെ പറയാല്ലേ, പിന്നെ അങ്ങോട്ട് താബാണ്. അതുവരെ നല്ല സുഖലോലുപതയിൽ മനോഹരമായിട്ട് ശാന്തസുന്ദരമായി പിന്നെ സമ്പത്തും വെൽത്തും ഷറഫും ഒക്കെ നടന്നിരുന്ന ഒരാൾ ഈ ഒരു മിഷൻ്റെ പേരിൽ ഇങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങണം. പിന്നെ താബാണ്. അപ്പോൾ അതെ, അതിന് താബില്ലാത്ത സഹബില്ലാത്ത ഖസബിൻ്റെ ഒരു വീടുണ്ട് എന്നാണ് നബി തങ്ങൾ അതിന് പകരമായിട്ട്.